ഞാൻ നിന്റെ സന്തതിയെ കിഴക്ക് നിന്ന് വരുത്തും, പടിഞ്ഞാറ് നിന്ന് ശേഖരിക്കും. ഞാൻ വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടുത്തു വെക്കരുത് എന്നും കൽപ്പിക്കും. സത്യത്തിൽ ഈ വാക്യം വേണമെങ്കിൽ ഒന്ന് എഡിറ്റ് ചെയ്ത് ഒരല്പം ഭേദഗതി വരുത്തി പറഞ്ഞാലും തെറ്റാവില്ല. ഞാൻ നിന്റെ സന്തതിയെ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും ശേഖരിച്ചു കൊണ്ടുവരും. അത് വേണമെങ്കിൽ വീണ്ടും എഡിറ്റ് ചെയ്താൽ ഞാൻ നിന്റെ സന്തതിയെ മടക്കി വരുത്തും, അത്രയും മതിയായിരുന്നു. പക്ഷെ യെശയ്യാവ് ഇതിന് 2 വാക്യങ്ങൾ ചിലവഴിക്കുക, ഇത്രയും വാക്കുകൾ ചിലവഴിക്കുക. അത് കൂടുതൽ പരത്തി പറയും പോലെ തോന്നുകയാണ്. യെശയ്യാവേ, അങ്ങക്ക് ഇതൊന്നും ലളിതമാക്കി പറഞ്ഞുകൂടെ? കാരണം അങ്ങ് പറയുന്നത് ഞാൻ നിന്റെ സന്തതിയെ കിഴക്ക് നിന്ന് വരുത്തും, പടിഞ്ഞാറ് നിന്ന് ശേഖരിക്കും. അവ രണ്ടും തത്വത്തിൽ ഒന്നല്ലേ? 4 ദിക്കുകളെ കുറിച്ച് നമുക്കറിയാമല്ലോ. 4 ഇടത്ത് നിന്ന് ശേഖരിക്കുമെന്ന് പറഞ്ഞാൽ പോരെ? ഓരോ ദിക്കിനെ ചൂണ്ടിപ്പറയ. കിഴക്ക് നിന്ന് വരുത്തും, പടിഞ്ഞാറ് നിന്ന് ശേഖരിക്കും, വടക്കിനോട് തരികയെന്നും തെക്കിനോട് തടുത്തു വെക്കരുതെന്നും പറയും. എന്തിനാണ് ഈ ഒരു ശൈലി? ഇത് കേവലം ഒരു കാവ്യശൈലിയാണോ? അങ്ങനെ വേണമെങ്കിലും ഒന്ന് പറയാം. കാരണം യെശയ്യാവിൻ്റെ പ്രവചനത്തിന് ഒരു കവിതയുടെ സ്വഭാവമുണ്ട്. പലയിടങ്ങളിലും ഒരു കവിത പാടും പോലെ അതിന് ഒരു സംഗീതാത്മകതയുണ്ട്. 5-ാം അധ്യായമൊക്കെ വായിച്ചാൽ അത് മനസ്സിലാകും. എൻ്റെ പ്രിയതമന് ഫലവത്തായ കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. അവൻ ആ മുന്തിരിയൊക്കെ കൃഷി ചെയ്ത ശേഷം അവിടെ ചക്കിട്ടു, അവിടെ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു, കാവൽക്കാരെ ഏർപ്പെടുത്തി. പക്ഷെ കായ്ച്ചത് കാട്ടുമുന്തിരിങ്ങ എത്ര എന്ന് പറയുന്ന രൂപകപ്രയോഗങ്ങൾ കാണാം. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഉയർന്നും പൊങ്ങിയുമായ സിംഹാസനത്തിലിരിക്കുന്ന ദൈവമഹത്വം പറയുമ്പോഴും ഒരു കാവ്യാത്മകത. കാരണം സറാഫുകളുടെ പാട്ട് അതേപടി പ്രവാചകൻ ആവർത്തിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിൻ്റെ കവിതയും ആ കവിത്വവും ഭാഷാ നൈപുണ്യമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നതാണോ ഇത് ചുരുക്കി പറഞ്ഞുകൂടെ? നമ്മളൊക്കെ ഇങ്ങനെ പറയാറുണ്ട് ആളുകളോട്. ചിലർ പറഞ്ഞാൽ എന്താണ് പറയുന്നതൊന്നും മനസ്സിലാവില്ല, ക്ഷമിക്കണം. ചിലർ സാക്ഷ്യം പറഞ്ഞാൽ ഇതെന്താണെന്നൊന്നും പിടികിട്ടില്ല. എന്തൊക്കെയോ അവർ പറഞ്ഞു. അത് കൂടുതലും കേൾക്കുന്ന ഈ മാസയോഗത്തിനാണ്. വ്യാസം പറഞ്ഞു മാസയോഗം കഴിഞ്ഞിട്ടിരിക്കുക, അനുഗ്രഹമാണെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ നമുക്ക് പുറമറ്റത്ത് നിന്നൊരാൾ ഇരവിപ്പേരൂർ വന്ന് നമ്മുടെ ആളുകൾ സാക്ഷി പറഞ്ഞാൽ പറയുന്നത് എങ്ങനെയാണ്? പുറമറ്റത്തിൻ്റേതായിരിക്കുന്നതായിട്ടുള്ളതായ പ്രാന്തപ്രദേശത്ത് നിന്ന് ഇരവിപ്പേരിൻ്റേതായിട്ടുള്ളതായ ഈ സ്ഥലത്തേക്ക് വരുവാൻ തക്ക ഇടയായി തീർന്ന് സർവശക്തനായ ദൈവത്തെ സ്തുതിക്കുവാൻ തക്ക ഇടയാക്കി തീർത്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ളതായ മനസ്സിലാക്കാൻ പുറമറ്റത്തുനിന്ന് ഒരു ടാക്സി പിടിച്ചു വരുന്ന ചിലവുണ്ട്. ഇത്രയും പറയുമ്പോൾ നീണ്ടുപോവാണ്. അപ്പോൾ നമ്മളെന്ത് പറയും? എന്ന് ചുരുക്കി പറഞ്ഞാൽ മനുഷ്യനെ മനസ്സിലാവും. ഇതെന്താണെന്ന് അറിയണമല്ലോ. ഇതിൻ്റെ ഇതേ രീതിയാണ് ഈ പുറത്തി എന്ന് പറഞ്ഞാലും. ആളുകൾ ഇനി പുറത്തേക്കൊരു സാക്ഷ്യം പറയാൻ പരസ്യത്തിന് കൊണ്ടുപോയാലും ചിലപ്പോൾ ഈ പറയുന്ന അവിടെ പിടികിട്ടൂല. നമ്മളൊരാൾ പറയാണ് ഞാൻ ലോകത്തിൻ്റെ മോഹങ്ങളിൽ കൂടി വിരഞ്ഞോടി. അതവിടെ ചായക്കട നടന്നവന് പിടികിട്ടത്തില്ല. ഇതെന്താ ഇയാൾ പറഞ്ഞേ? ഒരു പിടിയും കിട്ടില്ല. സോഡ വിൽക്കുന്നവന് ഈ വേർഷനുമായിട്ട് ബന്ധമില്ല. കാരണം എന്താ? എന്തുകൂടാ പറയുന്നത്? ലോകത്തിൻ്റെ മോഹങ്ങളിൽ കൂടി നമുക്കകത്ത് പിടികിട്ടും ഇതൊക്കെ അല്ലേ? അത് നമ്മളെ മാത്രമല്ല കുറ്റം പറയണ്ട. യെശയ്യാവും ഈ ശൈലി എടുത്തു. 66 അധ്യായങ്ങൾ അല്ലേ? യെശയ്യാവിനെ ചുരുക്കി പറയാറുണ്ട്. ഇതൊരല്പം അങ്ങനെ നമുക്ക് സജസ്റ്റ് ചെയ്യാമോ എന്ന് എനിക്കറിയില്ല. ഇതുപോലെ ഞാൻ എൻ്റെ എളിയ ബുദ്ധിക്ക് ഒരിക്കൽ പൗലോസ് പറഞ്ഞൊരു കാര്യത്തെപ്പറ്റി പറഞ്ഞു. ഈ പൗലോസിനും ഒരു കുഴപ്പമുണ്ടായിരുന്നു. ഇത്രയും മാത്രം വെട്ടിയെടുത്തിട്ട് എന്നെ ഉപദ്രവിക്കല്. വ്യാസം പറഞ്ഞല്ലോ ഞാനൊരു സാധുവായ മനുഷ്യനാണ്. പൗലോസിന് ഈ ഫുൾ സ്റ്റോപ്പ് ഇടാൻ അറിയില്ല. ആവശ്യമുള്ള സ്ഥലത്തൊരു ഫുൾ സ്റ്റോപ്പ് ഇടാനുള്ള കാരണം ഒരു വാക്യം അങ്ങോട്ട് പറഞ്ഞു പോയി കഴിഞ്ഞാൽ കിലോമീറ്റർ ദൂരം ചെല്ലുമ്പോഴാണ് ആ മനുഷ്യൻ ഓർക്കുന്ന ഒരു കോമ പോലും ഇട്ടില്ലല്ലോ. ഇത് എൻ്റെ മാത്രം പരാതിയല്ല. പത്രോസ് പറഞ്ഞു ഇത് ശരിയല്ല, ശരിയായ നടപടിയല്ല. അവണ്ണം നമ്മുടെ പ്രിയ സഹോദരനായ പൗലൂസ് നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. എന്നിട്ട് പത്രോസ് അല്പം സ്വരം താഴ്ത്തിയായിരിക്കും പറഞ്ഞത്. സാധാരണ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ അത് വലിയ കട്ടിയാണ്.
അല്ലേ? അറിവിൻ്റെ ഒരു ആധിക്യം. ഇത് കോടതി വിലയിരുത്തിയായിരുന്നു. അതാ വിദ്യാബഹുത്വം നിന്നെ ബാധിച്ചു അല്ലാതെ. അല്പം കൂടെ കട്ടിക്കാ പറഞ്ഞു, എനിക്ക് ഭ്രാന്ത് പിടിച്ചു വിദ്യാബഹുത്വത്താൽ, അല്ലേ? ഇങ്ങനെയൊക്കെയാ. എന്നിട്ട് പൗലോസ് പറയുകയാണ്, ഞാൻ വാക്സാമർഥ്യം ഉള്ളവനല്ലെന്ന്. കണ്ടോ? ഈ എഴുത്തൊക്കെ നമുക്ക് വായിച്ചാൽ വലിയ പ്രയാസമാണ്. ചിലപ്പോൾ പൗലോസ് എഴുതി എന്താണെന്ന് വളരെ വളരെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ഇന്നലെ ഗ്രഹിച്ച പോലെ അല്ലല്ലോ ചില വചനങ്ങളുടെ കട്ടി, അത് തുളച്ചു കയറുന്ന അനുഭവം. യെശയ്യാവിന് മാത്രം ഒരു പശ്ചാത്തലമുണ്ട്. അദ്ദേഹം ഒരു രാജകുലത്തിൽപ്പെട്ട ആളാണ്. രാജകുലമാണ് എന്നുവെച്ചാൽ യഹൂദ ഗോത്രക്കാരനാണ്. അപൂർവമായ ഒരു സവിശേഷത, അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു പ്രവാചകിയാണ്. അവർ പ്രവചനമൊന്നും എഴുതിയിട്ടില്ല. ഒരു പക്ഷേ ഒത്തിരി നീട്ടി പറയുന്നതുകൊണ്ടായിരിക്കും പ്രവചനം എഴുതാത്തത്, ബൈബിളിൽ വരാൻ. അവർ പ്രവാചകയാണെന്ന് ബൈബിളിലുണ്ട്, തെളിവ് വീണുന്നവർ പിന്നെ ചോദിച്ചാൽ മതി. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട്. അങ്ങനെ ഭാര്യയും ഭർത്താവും ഒരു രാജകുലത്തിൽ നിന്ന് പ്രവാചക ശുശ്രൂഷയിൽ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അടുത്തത്, ചിലപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഷ ഒരു തീവ്രതയുടെ സ്വരം വരാറുണ്ട്. ഒട്ടും വിട്ടുവീഴ്ചയില്ല, ഭയങ്കര കട്ടി ആയ ഒരു സമീപനം, മയമില്ലാത്തൊരു മനുഷ്യൻ. ഒരു എക്സാമ്പിൾ, ഈ വാക്യ മത്സരത്തിലേക്കാണ് കുഞ്ഞുങ്ങൾ കൂടുതൽ അടുത്ത എതിരാളിയെ കുത്തി. അവിടെ ഈ കുഞ്ഞുങ്ങൾ ഈ കുത്തി പ്രസംഗവും ഒക്കെ പഠിക്കുന്ന എപ്പോഴാണെന്നറിയോ? വാക്യ മത്സരത്തിനാണ്. എന്നോട് പൊരുന്നവരോട് പൊരുതണേ എന്ന് പറഞ്ഞ് തുടങ്ങി. അടുത്തത്, ഞങ്ങളൊക്കെ ചെറുപ്പം പോലെ ഇങ്ങനെയൊക്കെ ഉള്ള വാക്യങ്ങൾ പഠിച്ചു വന്നവരാ, പൊരുന്നവരോട് പൊരുതണേ എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. അപ്പോൾ യെശയ്യാവ് നമുക്കിതുപോലെ മറ്റൊരുത്തിനായിട്ട് ആക്രമിക്കാൻ പറ്റിയ ചില വാക്യമുണ്ട്. എടോ യഹോവ നിന്നെ തൂക്കിയെടുത്ത് ചുഴറ്റി എറിഞ്ഞു കളയും. ഇത്തരം പ്രയോഗ ഒരു കോംപ്രമൈസും ഇല്ല. ആരാധനയ്ക്ക് വരാത്ത മനുഷ്യനെ നോക്കി കഴുതേന്ന് വിളിക്കാൻ പറ്റണമെങ്കിൽ, കഴുതേന്ന് പോലും അല്ല, കാളയേക്കാൾ അതപ്പതിച്ചവനെ, കഴുതയേക്കാൾ, അത് വളഞ്ഞ വഴിക്ക് പറയുന്നതുകൊണ്ടാണ് നമുക്ക് പിടികിട്ടാത്ത. വളഞ്ഞ വഴിക്ക് പറഞ്ഞാൽ ചില കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വലിയ പാടാണ്, പിന്നെ പിടിയിട്ടുള്ളൂ, അല്ലേ? അപ്പോൾ ഇതുപോലൊരു ശൈലി, ഒരു വിട്ടുവീഴ്ചയില്ല. വിട്ടുവീഴ്ചയുള്ള പ്രവാചകന്മാർ ബൈബിളിലുണ്ട്. അതിലൊരാളാണ് നമ്മുടെ ദാനിയേൽ. ദാനിയേൽ നല്ല മയമാണ്. അതേ ഒരു ക്ഷുഭിതനാവുകയോ ഒന്നുമില്ലാത്തൊരു പക്വത അങ്ങനെ കൈവരിക്കാൻ വലിയ പാടാണ്, അല്ലേ? ഞങ്ങൾ ചിലപ്പോഴൊക്കെ ഈ ഡിബേറ്റിൽ ഈ എതിരാളിയെ, നിങ്ങളോടായോണ്ട് ഈ ടെക്നിക്ക് പറയുന്നത് ലൈവിൽ കാണുന്നുണ്ടെങ്കിലും, ഈ എതിരാളിയെ ഒന്ന് പ്രകോപിപ്പിക്കാൻ ചില നമ്പറുകൾ അങ്ങോട്ടിടും. അയാൾ പ്രകോപനം ചൊരിഞ്ഞിങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഇദ്ദേഹത്തെ ഇങ്ങനെ കോർണർ ചെയ്യാൻ പറ്റിയ ഒരു ടൂള് നമ്മുടെ കയ്യിൽ കിട്ടും. അതിനുവേണ്ടി അങ്ങനെ കറക്കി പിടിക്കാൻ ശ്രമിക്കുന്ന, അപ്പോഴേക്കും നമ്മുടെ ആളുകളൊന്നും ബഹളം വെക്കും. അവർ ഇമോഷണലായിട്ട് പെട്ടെന്ന് പ്രതികരിക്കും. വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു കൂടെ ഉണ്ടെങ്കിൽ വലിയ പാടാണ് ഈ കാര്യം ഒന്ന് കൈകാര്യം ചെയ്യാൻ. അപ്പം ഇതുപോലെ നമ്മളെ പ്രകോപിപ്പിക്കുന്ന, അരിശപ്പെടുത്തുന്ന ആശയങ്ങൾ മുമ്പോട്ട് കൊണ്ടുതരും. അപ്പോൾ അവിടെ സെൽഫ് കൺട്രോൾ, ആത്മസംയമനം പ്രധാനപ്പെട്ട കാര്യമായി മാറും. പക്ഷെ യെശയ്യാവിൽ അങ്ങനെ ഒരു ആത്മസംയമനമൊന്നുമില്ല, അങ്ങ് ക്ഷുഭിതനാണ്. കാളന്റെ ഉടയവനെ, കഴുതന്റെ യജമാനന്റെ പുൽത്തൊട്ടി അറിയുന്നു, ആരാധനയ്ക്ക് വരാത്തവനെ നോക്കി പറയാ നീ അതുപോലും അറിയുന്നില്ല, ദുഷ്പ്രവൃത്തിക്കാരുടെ ജനം എന്നൊക്കെ വിളിക്കുക, അല്ലേ? എന്തൊരു കട്ടി, ഒരു മയമില്ല. ദാനിയേൽ മയമുള്ളൊരു മനുഷ്യനാണ്, സോഫ്റ്റാ. ദാനിയേൽ പ്രവചനം തുടങ്ങുമ്പോഴേ പറയും, തിരുമനസ്സേ. കണ്ടോ, ആ വിളി കേട്ടാൽ തന്നെ ഒരു ഐശ്വര്യം, അല്ലേ? മുതിർന്ന മനുഷ്യരെ ലോകം അങ്ങനെ വിളിക്കുന്നു, അങ്ങനെ നമ്മളും വിളിക്കണം, വേണ്ടേ? അതൊക്കെ ഒരു മര്യാദയില്ലേ? നമുക്ക് പൗരോഹിത്യം ഒന്നുമില്ല, പക്ഷേ അത്തരം ഒരു സേവനം ചെയ്യുന്ന ഒരു മനുഷ്യനെ ലോകം വിളിക്കുന്ന പോലെ നമ്മളും വിളിക്കണ്ടേ? അങ്ങനെയല്ലേ? എക്സാമ്പിൾ, ഒരു തിരുമേനിയുടെ പേര് പത്രോസ് എന്നാണ്, സഹോദരൻ പത്രോസ് എന്നാണ് വിളിക്കണ്ടേ? ഇല്ല, തിരുമേനി തന്നെ വിളിക്കണം. അതിൽ തെറ്റൊന്നുമില്ല. ആ പദത്തിൻ്റെ അന്നേരമുള്ള അർത്ഥമൊന്നുമില്ല, ഉപയോഗ അർത്ഥമാണ് വലുത്, അല്ലേ? അത് തെറ്റൊന്നുമില്ല. അദ്ദേഹത്തെ ബഹുമാനിച്ചുകൊണ്ട് സ്വാമിജി എന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. എന്നോട് ഡിബേറ്റിന് വന്ന ഒരു സ്വാമിയെ ഞാൻ സ്വാമിജി എന്ന് വിളിച്ചെന്ന് പറഞ്ഞ് മോശമായിപ്പോയെന്നു. പിന്നെ എങ്ങനെ വിളിക്കണ്ടേ? അപ്പോൾ അവർ വലിയ മനുഷ്യരാണ്, അതിനെ അങ്ങ് റെസ്പെക്റ്റ് ചെയ്തോണം, കുഴപ്പമില്ല, അല്ലേ? എന്നാൽ ഇതുപോലെ ദാനിയേൽ റെസ്പെക്റ്റ് ചെയ്യും. തിരുമനസ്സേ, അടുത്ത പ്രയോഗം കേട്ടാൽ നമ്മൾ അമ്പരന്ന് പോവും. ദീർഘായുസായിരിക്കട്ടെ. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഈ മനുഷ്യൻ ആത്മാർത്ഥമായ ഒരാളുടെ മുഖത്ത് നോക്കി ദീർഘായുസായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഒന്നിയിൽ അയാൾ പുല്ല് തിന്നും. അധികം നേരം വേണ്ട, അന്ന് തന്നെ പുല്ല് തിന്നുന്ന പിന്നെ, അല്ലെങ്കിൽ അയാൾ മരിക്കും.
അതിന് വഴിക്ക് അന്ന് രാത്രി രാജാവ് കൊല്ലപ്പെട്ടു. എപ്പോഴാ? രാവിലെ അഭിസംബോധന ചെയ്തു, ദീർഘായുസായിരിക്കട്ടെ. അധികം നേരമില്ല, വൈകിട്ടായപ്പോഴേക്ക് പറയാ അന്ന് രാത്രി ബേൽഷസർ കൊല്ലപ്പെട്ടു. കണ്ടോ? അപ്പൊ ഇതാണ് വിഷയം. അദ്ദേഹം വന്ന് ഇങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ വന്ദനമായിട്ട് വരുമ്പോഴേ മാറിക്കോണോ. അതിനാ ഈ പക്വത കാണിച്ച പുള്ളി നിന്നേ അല്ലേ? അന്ന് രാത്രി കൊല്ലപ്പെട്ടു. അല്ല, യെശയ്യാവിൻ്റെ ഭാഷ അങ്ങനെ ചുമ്മാ പറഞ്ഞല്ല, എന്തോ ഒരു ലക്ഷ്യം പരിശുദ്ധാത്മാവിനുണ്ട്. അത് കണ്ടുപിടിക്കലാണ് നമ്മുടെ ജോലി. ആ ഒറ്റ കാര്യമാണ് നമ്മൾ ഇന്ന് രാത്രി ചർച്ച ചെയ്യുന്നത്. അതിലിതെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഈ 4 പ്രയോഗങ്ങളിൽ യേശുവിൻ്റെ വരവ് കൃത്യം അടയാളപ്പെടുത്തി ഒരു മാർമിക സത്യമായി അവിടെ മറഞ്ഞു കിടപ്പുണ്ട്. ആ കിടക്കുന്ന സത്യത്തെ ചികഞ്ഞെടുത്ത് പഠിക്കലാണ്, ഗ്രഹിക്കലാണ് നമ്മുടെ ജോലി. സന്തോഷമല്ലേ? യേശുവിൻ്റെ വരവ് അനുബന്ധമായി 2 കാര്യങ്ങൾ കൂടിയുണ്ട്. മൊത്തത്തിൽ 3 കാര്യങ്ങൾ. ഒന്ന്, യഹൂദൻ ഒരു മശിഹയെ കാത്തിരിക്കുന്നു. മഹദിയാം ബാബിലോൺ ഒരു എതിർ ക്രിസ്തുവിനെ കാത്തിരിക്കുന്നു. സഭ കാന്തനായ ക്രിസ്തുവിനെ കാത്തിരിക്കുന്നു. ലോകം അറിഞ്ഞോ അറിയാതെയോ 3 തരം കാത്തിരിപ്പിലാണ്. യഹൂദനും സഭയും ബോധപൂർവം കാത്തിരിക്കുന്നു. മഹദിയാം ബാബിലോൺ സ്വാഭാവികമായി അറിയാതെ കാത്തിരിക്കുന്നു. അവർ മഹദിയാം ബാബിലോണാണെന്ന് പോലും അറിയില്ല. കാത്തിരിക്കുന്നു ഒരു എതിർ ക്രിസ്തുവിനെ. നമ്മൾ കാത്തിരിക്കുന്നു നമ്മുടെ കാന്തനായ കർത്താവായ യേശു ക്രിസ്തുവിനെ. അവിടെ ഈ വിഷയത്തിന് ഒരു ഏകീകരിപ്പിച്ച് പറയാൻ പറ്റുന്നൊരു കാര്യം, നമുക്ക് കാന്തനായിരിക്കുന്നവൻ ആരോ അത് അവർക്ക് മശിഹ തന്നെയാണ്. സംശയമൊന്നും വേണ്ട. നമ്മൾ കാത്തിരിക്കുന്ന യേശു ക്രിസ്തുവും ജൂത സമൂഹം ഇന്നും കാത്തിരിക്കുന്ന മശിഹയും ഒരാൾ തന്നെയാണ്. പക്ഷെ ഈ കാര്യത്തിൽ അവർക്ക് സംഭവിച്ചൊരു പിശകുണ്ട്. ആ പിശകെന്താ? ആ പിശക് ദൈവപുത്രൻ ജഡത്തിൽ വന്നപ്പോൾ അക്ഷരികമായി അവർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അക്ഷരികമായി അവർ സ്വീകരിച്ചില്ല. അവർ തള്ളിക്കളഞ്ഞു. ദൈവപുത്രനെ നിരാകരിച്ചു. അതിൻ്റെ കാരണം കൂടി പറയാം. മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ക്രിസ്തു എന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ആ യേശുവിലെ ദൈവീക സമ്പൂർണതയുടെ അളവ്, വേണ്ടത്ര ഗ്രഹിക്കാനുള്ള പ്രാപ്തി ജൂത സമൂഹത്തിന് ഇല്ലാതെ പോയി. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാന്മാരെന്ന് വിശേഷിപ്പിക്കുന്നൊരു ജനതയാണവരെ. അതെല്ലാവരും അംഗീകരിക്കുമെന്ന് എനിക്കറിയില്ല. അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അതൊരു സത്യമാണ്. എന്താ തെളിവ്? സ്തോത്രം. ആ സമൂഹമാ ആൽബർട്ട് ഐൻസ്റ്റീനെ സൃഷ്ടിച്ചത്, ഐസക് ന്യൂട്ടനെ സൃഷ്ടിച്ചത്. ആ സമൂഹത്തിൽ നിന്ന് മൈക്കൽ ഫാരഡേ ഉണ്ടായത്, അതിൽ നിന്ന് ബീഥോവൻ ഉണ്ടായത് സംഗീതജ്ഞൻ, അവിടുന്ന് ആ കാൾ മാർക്സ് രൂപപ്പെടുന്നത്, സിഗ്മണ്ട് ഫ്രോയിഡ് രൂപപ്പെടുന്നത്, ഗ്രിഗർ മെൻഡൽ രൂപപ്പെടുന്നത്, പിയറി ക്യൂറി രൂപപ്പെടുന്നത്. അങ്ങനെ നമ്മളിൽ നിന്ന് അറിയപ്പെടുന്ന ലോകത്തെ ആധുനികവൽക്കരിച്ച 100 കണക്കിന് ചിന്തകന്മാരെ, സയന്റിസ്റ്റുകളെ, ദാർശനികന്മാരെ എടുത്താൽ അവരെയെല്ലാം ഉൽപ്പാദിപ്പിച്ച ഒരു സമൂഹത്തിന് യേശുവിനെ വേണ്ടത്ര അറിയാൻ കഴിഞ്ഞില്ല. അവർക്കും അറിയാൻ കഴിയാതെ പോയ ക്രിസ്തുവിനെയാ ഇന്ന് രാത്രി അടുത്തിടപഴകി ഇവനാണെൻ്റെ കാന്തനെന്ന് ഉലകത്തോട് മുഴുവൻ വിളിച്ചു പറയാനുള്ള ആർജവം എനിക്കും നിങ്ങൾക്കും കിട്ടിയത്. ആ ആർജവത്തിൻ്റെ അഭിമാനബോധം കൊണ്ട് നമ്മൾ ഉലകത്തിൻ്റെ മുമ്പിൽ വിളിച്ചു പറയുന്നത്, അവിടുന്നാണ് എൻ്റെ രക്ഷകൻ, അവിടുന്നാണ് എൻ്റെ വീണ്ടെടുപ്പുകാരൻ. ഞാൻ ആസ്വദിക്കുന്ന രക്ഷയുടെ സന്തോഷം ആ കാന്തനെ ഞാൻ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ജ്ഞാനവും ജ്ഞാനത്തിൻ്റെ വൈഭവവും തത്വചിന്താപരമായ അന്വേഷണവുമൊക്കെ നല്ലതായിരിക്കുമ്പോഴും യേശുവിനെ അറിയാൻ അതൊന്നും ഒരു അടിസ്ഥാന യോഗ്യതയല്ല. കൃപയാണ് യേശുവിനെ അറിഞ്ഞതിൻ്റെ അടിസ്ഥാന കാരണമെങ്കിൽ കൃപ എന്ന വാക്കിൻ്റെ വില തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്നിവിടെയുണ്ട്. അത് തിരിച്ചറിയാതെ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഈ കൃപയിലേക്ക് അടുത്തു വരാൻ ഈ വചനം കേൾക്കുന്ന ഏവർക്കും അത്യുന്നതൻ അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ. അതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. സ്തോത്രം. അപ്പോൾ
ഈ ദൈവപുത്രനായ ക്രിസ്തു മറിയത്തിൽ ഉരുവായി വരിക, ആ സന്ദർഭം മുതൽ ഒന്ന് പറഞ്ഞു പോകണം. അതായത് മറിയം എന്ന അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസി, മറിയത്തെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ മറിയം എന്ന് തന്നെ പറയണം. വേണ്ടേ? അതിൽ കുഴപ്പമുണ്ടോ? ഇല്ല. പരിശുദ്ധ മറിയം എന്ന് പറയാൻ പാടില്ല, അതൊരു സൂപ്പർലെറ്റീവ് ഡിഗ്രി ഇല്ല, അത് പറയാൻ പറ്റില്ല അല്ലേ? വിശുദ്ധ മറിയം എന്ന് പറയുന്ന അതേ പ്രയോഗം വിശുദ്ധ പൗലോസ് എന്നും പറയാം, പറയത്തില്ലേ? ഏട്ടാ, നമ്മുടെ പേരിനോടൊപ്പം വിശുദ്ധ ദീർഘമോ? വിശുദ്ധ ചേർത്ത ഒരു കുഴപ്പമില്ല. നമ്മളെ വിശുദ്ധരാക്കിയതാരാ? ദൈവം. പിന്നെ നമ്മുടെ ഭാഷയിൽ ആ പ്രയോഗം ഇല്ലാത്തത് കൊണ്ട് വിശുദ്ധ അനിൽ കൊടുത്തോടൊന്നും പറയണ്ട, വിശുദ്ധ തമ്പിച്ചാനോ വിശുദ്ധ രായിച്ചാനോ ഒന്നും പറയണ്ട. നമുക്കിപ്പോൾ ഈ പറയുന്ന പോലെ അങ്ങ് പോയാൽ മതി. അതാണ്. അതായത് ഞാനെങ്ങനെ വിശുദ്ധനായോ, സെയിൻ പോൾ എങ്ങനെ വിശുദ്ധനായോ, പത്രോസ് എങ്ങനെ വിശുദ്ധനാണോ, ഇതുപോലെ മറിയമും വിശുദ്ധയാണ്. സംശയണ്ട? ഇല്ല. അപ്പോൾ ഞാൻ അതിനൊരു പറയുന്നൊരു ഉദാഹരണം, മഹാനായ അലക്സാണ്ടർക്ക് ബ്യൂസിഫാലസ് എന്നൊരു കുതിരയുണ്ടായിരുന്നു. എങ്ങനെയാ? ബ്യൂട്ടി പാലസ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ബ്യൂസിഫാലസ്, ഒരു പെൺകുതിര. ഇതിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്യൂസിഫാലസിൽ അദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്യുക, ഈ കുതിരപ്പുറത്ത്. കുറേ ദൂരം ഓടിയപ്പോൾ ഈ കുതിര ഈ മനുഷ്യനെ കറക്കി എറിഞ്ഞു, എന്തോ ഇടഞ്ഞിട്ടെറിഞ്ഞതാണ്. ഇങ്ങനെ വീട് വരുന്ന അലക്സാണ്ടറെ കുതിര ഇടഞ്ഞപ്പോൾ അടുത്ത് നിന്ന സംരക്ഷകരെല്ലാം ഓടി മറിഞ്ഞു, ഭയപ്പെട്ടു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി ചെതറിപ്പോവും മനുഷ്യൻ. അവിടെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇനി എന്നാ അപകടമാണെങ്കിലും നമുക്ക് കയറി തൊടാൻ പറ്റില്ല. അതറിയോ? ഇവിടെ മന്ത്രിയുടെ വാഹനം അപകടത്തിൽപ്പെട്ടു, രക്ഷാപ്രവർത്തനത്തിനും കുഴപ്പമില്ല, മന്ത്രിയെ നമ്മൾ കയറി സംരക്ഷിക്കാൻ ചെന്നാൽ പ്രശ്നമാണ്. അതിന് ആളിനെ വെച്ചിട്ടുണ്ട്, അതിന് ആംബുലൻസും ഡോക്ടറും ഒക്കെ ആയിട്ട് വരുന്നത് എന്തിനാ? അതിനാളുണ്ട്. എല്ലാത്തരം പ്രോട്ടോക്കോളുകളെയും ലംഘിച്ചുകൊണ്ട് ആ കൂടെ ഉള്ളൊരു സാധാരണ പടയാളി ഇടറുന്ന കുതിരയെ അടുത്തോട്ട് ചെന്നിട്ട് പിടിച്ചങ്ങ് ബന്ധിച്ചു. ആദ്യം വീണ് ചെരിഞ്ഞു പോകുന്ന അലക്സാണ്ടറെ ഇങ്ങനെ കൈക്ക് താങ്ങി രക്ഷിച്ചു. ക്ഷീണിച്ചു വരുന്ന കുതിരയെ കടിഞ്ഞാണിന് പിടിച്ച് ബന്ധിച്ച് ശാന്തമാണ്. അപ്പം ഈ പോയവരെല്ലാം തിരിച്ചു വന്നു. അവരെല്ലാം പിന്നെ ചെയ്യാൻ പറ്റിയ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാം, എൻ്റെ ഈ നടു ഒന്ന് വെട്ടി, അല്ലേ സാറേ ഞാൻ കാണിക്കായിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ നാട്ടിലൊക്കെ ചെന്ന് തല്ലു കൊണ്ടിട്ട്, ഈ ഗുണ്ടാപ്പണി നടത്തുന്നവനൊക്കെ ചെന്ന് തല്ലു കൊണ്ടിട്ട് വീട്ടിൽ വന്നിട്ട് പറയും, എൻ്റെ ഇവിടെ ഒന്ന് ഇടറിപ്പോയി, അല്ലേ ഞാനുണ്ടല്ലോ, അതാ ഞാനിഞ്ഞ് പോന്നത് നന്നായി. ഏതായാലും ഇതുപോലെ ഇവർക്ക് പറയാനേ പിന്നെ പറ്റൂ. അപ്പോൾ ഈ രക്ഷപ്പെട്ടു വന്ന അലക്സാണ്ടർ ഈ ബ്യൂസിഫാലസിനെ ഇങ്ങനെ നോക്കിയപ്പോൾ അത് ശാന്തമായിട്ട് നിൽക്കുക. ഈ നിൽക്കുന്ന പടയാളിയെ നോക്കി, എന്നിട്ടൊരു നന്ദി സൂചകമായി പറഞ്ഞു, ഓ ക്യാപ്റ്റൻ, നന്ദി, നീ എൻ്റെ പ്രാണനെ രക്ഷിച്ചു. ഈ പാവം മനുഷ്യൻ പറഞ്ഞു, പ്രഭു, ഞാൻ ക്യാപ്റ്റനല്ല, എനിക്ക് ക്യാപ്റ്റനാകാനുള്ള പഠനമില്ല, അറിവില്ല, പ്രാപ്തിയില്ല. എൻ്റെ തസ്തികകൾക്ക് എത്രയോ 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 മുകളിലാണ് ഒരു ക്യാപ്റ്റൻ. എനിക്ക് ഒരിക്കലും ക്യാപ്റ്റനാകാൻ കഴിയില്ല. അത് സത്യമായിരുന്നു. അലക്സാണ്ടർ അവൻ്റെ മുഖത്തേക്ക് എന്നൊക്കെ പറഞ്ഞു, നോ, നീയാണ് ക്യാപ്റ്റൻ. എന്താ മനസ്സിലായി? എടാ, ഞാൻ ഒരുത്തൻ ക്യാപ്റ്റനാണെന്ന് പറഞ്ഞാൽ അവൻ ക്യാപ്റ്റനാണ്. കഴിവല്ലായിരുന്നു മാനദണ്ഡം, പ്രാപ്തിയല്ലായിരുന്നു മാനദണ്ഡം. ഇതിനൊരു ഗിഫ്റ്റ് കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ അവൻ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം വരം കൊടുത്തുകൊണ്ട് പറയുക, നീയാണ് ക്യാപ്റ്റൻ. അതുകൊണ്ട് ഇങ്ങനാ നമ്മൾ വിശുദ്ധരായത്. മനസ്സിലായില്ലേ? അപ്പം അലക്സാണ്ടർ പറഞ്ഞാൽ ഇവൻ ക്യാപ്റ്റനാകുമെങ്കിൽ സർവശക്തൻ്റെ പുത്രനാണ് നമ്മളെ നോക്കി പറഞ്ഞത് വിശുദ്ധൻ. വിശുദ്ധ മറിയം കൊച്ചു പെൺകുട്ടിയായിരിക്കെ അവിടെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ദൂതൻ
ഒരു പുരുഷനാണ്. ബൈബിളിൽ അല്ലെങ്കിലും ഈ ദൂതന്മാർ വന്നതെല്ലാം പുരുഷ വേഷത്തിലാണ്, പുരുഷനായിട്ടാണ്. ദൂതൻ ഒരു പുരുഷഭാവമാണ് അല്ലേ. സന്ധ്യാസമയത്ത് ആ പുരുഷൻ, അങ്ങനെ വചനമുണ്ട്. 3 പുരുഷന്മാർ അബ്രഹാമിൻ്റെ വീട്ടിൽ, 2 പുരുഷന്മാർ ലോത്തിൻ്റെ, ഇങ്ങനെയൊക്കെ വായിച്ചിട്ടില്ലേ? അതുകൊണ്ട് ഇന്നൊരു കാര്യം കൂടെ തിരുത്തിക്കോണം. ഏഞ്ചലോസ് എന്ന പേര് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ആൺകുട്ടികൾക്കിടേണ്ട പേരാണ്. മനസ്സിലായോ? അതല്ല, ഈ OS തീർന്നാൽ അത് പുല്ലിംഗ ശബ്ദം. OS എൻഡിങ് ഓൾവേസ് മാസ്കുലിൻ ജെൻഡർ ഇൻ ഗ്രീക്ക്. OS അങ്ങനെ തരുമല്ലോ. അതിപ്പോൾ ആ പേര് തെറ്റിച്ചിട്ടൊന്നും ആരുടെയും കുഴപ്പമില്ല. നമ്മൾ കണ്ടതും പരിചയപ്പെട്ടതുമായ മാലാകമാരെല്ലാം തന്നെ ഒരു 10-17 വയസ്സൊക്കെ ഉള്ള നൈറ്റി ഇട്ട് നിൽക്കുന്ന ഒരു പെങ്കൊച്ച. 10-13-17 വയസ്സൊക്കെ ഉള്ളൊരു മോളെയല്ലേ വരച്ചു വെച്ചേക്കുന്നത് മാലാകയാന്നും പറഞ്ഞു. അതുകൊണ്ട് സംഭവിച്ചു, നമ്മുടെ കുറ്റമല്ല. നമ്മുടെ മനസ്സിലും മാലാകാന്ന് കേട്ടാരാ? പെണ്ണ ഗബ്രിയേൽ എന്ന പുരുഷൻ. ചിറകൊന്നുമില്ലെന്ന്, ഒരു പുരുഷനായിട്ട് അവിടെ നിൽക്കുക. മാലാഖയ്ക്ക് അങ്ങനെ പ്രത്യക്ഷപ്പെടുമ്പോൾ ഒന്നും ചിറകില്ല, നമ്മളെപ്പോലെ പുരുഷൻ, അല്ലെങ്കിൽ ഈ തേജസ് ഒന്നുമില്ല. ഒരു പുരുഷൻ കരം കൂപ്പി പറഞ്ഞു, കൃപ ലഭിച്ചവളേ നിനക്ക് വന്ദനം, കർത്താവ് നിന്റെ കൂടെ. ആ പെൺകുട്ടി തിരിച്ചു പ്രതികരിച്ചു, ഇതെന്തൊരു വന്ദനം, നീ വചനം പറഞ്ഞെന്നോട്, എനിക്കിതെങ്ങനെ സംഭവിക്കും? ദൂതൻ്റെ മറുപടി, കർത്താവിനൊന്നും അസാധ്യമാകയില്ല. ദൂതൻ ഇടപെടുന്ന മിക്കവാറും ഇടങ്ങളിൽ പറയുന്നൊരു വചനമാ, അവനെ കൊണ്ട് അസാധ്യമായതൊന്നുമില്ല. കാരണം ദൂതൻ അവിടുത്തെ അനന്തമായ കഴിവുകളുടെ ഒരു നേർസാക്ഷിയാ. വിവരിക്കാൻ കഴിയാതെ ദൂതൻ പറയുക, അവിടുത്തേക്ക് അസാധ്യമായൊരു കാര്യമില്ല. എന്നിട്ട് അടുത്തത് വിശുദ്ധ ത്രിയേകത്തിൻ്റെ ഒരു സമന്വയമാ. അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, ഒരു പുരുഷ പ്രജ ജനിക്കും. നിങ്ങൾക്ക് ആരെയൊക്കെ കാണാം? അത്യുന്നതനെ കാണാം, അടുത്തത് പരിശുദ്ധാത്മാവിനെ കാണാം, ഒരു പുരുഷ പ്രജയെ കാണാം. ഇവ 3 ചേരുന്നതിൻ്റെ പേരാ വിശുദ്ധ ത്രിയേകത്വം. ചുരുക്കി പറഞ്ഞാൽ വിശുദ്ധ ത്രിയേകത്വം ഒരു സാധുവായ സ്ത്രീയുടെ ഉദരത്തിൽ ഇടപെട്ട് ഒരു പുത്രൻ അല്ലെങ്കിൽ വചനം ജഡമെടുത്ത് ദൈവപുത്രൻ വചനത്തിൽ ജഡത്തിൽ വെളിപ്പെടാൻ പോകുന്നു എന്ന സത്യം ഒരു ദുർബലയായ സാധുവായ ഒരു പെൺകുട്ടിയോട് ദൂതൻ അറിയിക്കുക. ക്ഷമിക്കണം. അവൾ പിന്നെ ഒന്നും പറയാ, നീ പറഞ്ഞതുപോലെ, അവിടുന്ന് പറഞ്ഞതുപോലെ എനിക്ക് ഭവിക്കട്ടെ. ദൂത് ഏറ്റെടുക്കവൾ. ആ ദൂത് ഏറ്റെടുക്കുമ്പോൾ ആ കൃപകൃഷ്ണ ശക്തി എത്ര വലുതായിത്തീരും. ഒരാലോചന ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ ആഴം എത്ര വലുതാ. അതങ്ങോട്ട് ഏറ്റെടുത്തിട്ട് അവൾ വീട്ടിൽ വരുമ്പോൾ ഒരു കാര്യം ഭയപ്പെടണം. ഒരു ഉപവാസയോഗം കഴിഞ്ഞ് ദൈവസ്ഥലിൽ എന്തെങ്കിലും പ്രാപിച്ചു കഴിഞ്ഞ് നാം ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ഭയപ്പെടേണ്ട എന്താണെന്നറിയണ്ടേ? നിങ്ങൾ പ്രാപിച്ച കൃപ മുഴുവൻ ചോർത്തിക്കളയുന്ന, നിങ്ങൾ പ്രാപിച്ച ശക്തി മുഴുവൻ തകർത്ത് കളയുന്ന ചില കാരണങ്ങളും കാര്യങ്ങളും അവിടെ നമ്മളെ കാത്തിരിപ്പുണ്ട്. അതാ പരീക്ഷ. അവൾ വന്ന് ആദ്യം ഇത് പങ്കിട്ടത് ആരോടായിരിക്കും? അമ്മയുടെ അടുത്താണ്. മമ്മി അല്ലേ, അമ്മച്ചി, ഒരു കാര്യം ഉണ്ടാകും. എന്താ ഇങ്ങനൊരു സംഭവം? ഈ അമ്മ എങ്ങനെ പ്രതികരിച്ച് കാണും? മോളെന്താ ഈ പറയുക? ഇങ്ങനെയുള്ള വിഡിത്തമൊന്നും പറയരുത്. പക്ഷേ ആരാ നിന്നോട് ഇതൊക്കെ പറഞ്ഞ്? ഞാൻ കണ്ടതാ ഒരു ദൂതനെ, ഒരു തേജോമയനെ, ആത്മാർത്ഥമുള്ളൊരുത്തനെ, കരം കൂപ്പി ആദരവോടെ സംസാരിച്ച ഒരുവനെ ഞാൻ ഈ കണ്ണുകൊണ്ട് കണ്ടതാ. അവൻ എന്നോട് സംസാരിച്ചതാ. മനഃശാസ്ത്രപരമായിട്ട് അതിന് ഹാലൂസിനേഷൻ എന്നോ മറ്റെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഒഴിവാക്കാം. അതിനുള്ള അറിവൊന്നും അമ്മയ്ക്കില്ല. അമ്മ പറഞ്ഞു, മോനെ ഇത് തോന്നല, ഇതൊന്നും പറയല്ലേ, ഇതൊന്നും പറയാൻ പാടില്ല, ഇതൊന്നും ഇങ്ങനെ സംസാരിക്കരുത്. അവക്ക് പക്ഷേ സന്തോഷക്കുറവൊന്നുമില്ല. അടുത്ത ദിവസം പതുക്കെ പതുക്കെ ഈ സഹോദരിയിൽ ഒരു കുഞ്ഞിനു ജന്മം കൊടുക്കാനുള്ള ഒരു സ്ത്രീയുടെ ഒരുക്കം പ്രകടമായി തുടങ്ങി. അവളുടെ ഉദരം വീർക്കാൻ തുടങ്ങി. അതിൻ്റെ സ്വാഭാവികമായ പരത നമുക്കറിയാമല്ലോ. അത് മറ്റാരേക്കാളും അമ്മയ്ക്കറിയാം. അമ്മ ഓർത്തു ആ വാക്ക്, ഇവൾക്ക് എന്തൊക്കെയോ ശാരീരിക മാറ്റം. എന്ന് ചോദിച്ചു, മോളെ ഇതെന്താ? അവൾ പറഞ്ഞു, എൻ്റെ ഉള്ളത്തിലെ ഒരു കുഞ്ഞിൻ്റെ തുടിപ്പ് എനിക്കറിയാം. അവനകത്തിങ്ങനെ തുടിക്കുക.
അതെനിക്ക് ബോധ്യം വരും. അമ്മ പറയും, മോളെ ഒടുക്കം ഗത്യന്തരമില്ല, അപ്പൻ്റെ അടുത്ത് പങ്കിട്ടു. അപ്പൻ അറിഞ്ഞു. അപ്പൻ കുഞ്ഞിനെ അരികിൽ വിളിച്ചു. അപ്പൻ അവളെ വലിയ ഇഷ്ടമാണ്, അവൾക്ക് അപ്പനെ ഇഷ്ടമാണ്. മാറോട് ചേർത്ത് നിർത്തിയിട്ട് ചോദിച്ചു, പപ്പാടെ അടുത്ത് പറ തുറന്നു പറ. അവൾ സന്തോഷവതിയായി പറഞ്ഞു, അത്യുന്നത നിഴലിട്ടു, പരിശുദ്ധാത്മാവിൻ്റെ മീതെ വന്നു. കൃത്യം പറഞ്ഞൊരു പുരുഷ പ്രജ ദൂതൻ്റെ ഉള്ളിലുണ്ട് പപ്പ, ആലോചന ഉള്ളിലുണ്ട്. ഞാൻ ഈ വചനം അങ്ങോട്ട് പറയുമ്പോഴും എൻ്റെ ഉള്ളിൽ ആ ശിശു തുടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ സംസാരിക്കുന്ന വചനവും ജഡമെടുത്ത വചനവും തമ്മിൽ പരസ്പരം ഒരു ആലിംഗനബദ്ധരായി ഒരു ഇടപെടൽ നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ അപ്പനത് കേൾക്കാൻ വയ്യ. അവൾക്കൊരു ബ്രദർ ഉണ്ടെങ്കിൽ അത് സഹിക്കാൻ ത്രാണിയില്ല. അവൾക്കൊരു അനിയത്തിയുണ്ട്, ശലോമി എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൻ പറഞ്ഞു, നിന്റെ താഴെ ഒരു പെങ്കൊച്ചു വളരുക. ചുരുക്കി പറഞ്ഞാൽ അവൾ വീട്ടിൽ ഒറ്റപ്പെട്ടു. അയൽക്കാരി കുട്ടികളോടൊക്കെ മാതാപിതാക്കൾ പറഞ്ഞു, കൂടരുത്, ആ വീടുമായി സഹകരിക്കരുത്. എല്ലാവരാലും കൈവിടപ്പെട്ടു. ഒറ്റപ്പെടലിൻ്റെ ഭീകരത അത് കിരാതമാണ്. ഏകാന്തത നമുക്ക് സമ്മാനിക്കുന്ന ആ ഇരുട്ടേറിയ അനുഭവം ആരോടും വിശദീകരിക്കാൻ കഴിയില്ല. അതും വീട്ടിൽ കഴിയേണ്ടി വരിക. പക്ഷെ അവൾക്കറിയാം, ഒന്ന് കണ്ണടച്ച് കഴിയുമ്പോൾ, ഉറക്കത്തിന് കാത്തു കഴിയുമ്പോൾ അവളുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം, അവൾ പറയും, ഇത്രയും കാലം ജീവിച്ചെങ്കിലും എൻ്റെ ഉള്ളത്തൊരു പുരുഷപ്രജ രൂപപ്പെട്ട അന്ന് മുതൽ ഞാൻ അനുഭവിച്ച വിസ്മയകരമായൊരു സന്തോഷമുണ്ട്. ആ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിങ്ങനെ മുമ്പോട്ട് പോവാ. ബ്രദറെ ആ വീട്ടിലേക്ക് വരാതായി. ഒരു സാമാന്യ അനുമാനമാണ് ഞാനീ പറയുന്നത് കേട്ടോ. അനിയത്തിക്ക് നിരാശ, അപ്പന് ദുഃഖം, അമ്മയ്ക്ക് ഭാരം, നാട്ടിൽ ആക്ഷേപം. ഒരു ദിവസം അവൾ ഈ കുഞ്ഞിന് ജന്മം കൊടുത്തു. അന്ന് നാട്ടിലൊരു വിചിത്ര നിയമം, ലോകമൊക്കെ പേർവഴി ചാർത്തണം. അന്ന് ആ നിയമം കടുകട്ടിയായി. ലോകമെതിര്, സമൂഹമെതിര്, സാഹചര്യമെതിര്. പക്ഷെ ഒരു കാര്യം പറയണ്ടേ, 700 കൊല്ലം മുമ്പേ ഇതേ യെശയ്യാവ് തൊടുത്തുവിട്ട വചനമില്ലേ, അത് ഉദ്ദേശം സാധിക്കാതെ മടങ്ങി വരികയില്ല. അത് കൃത്യം കൊള്ളേണ്ട ഇടത്ത് കൊള്ളും. അതതിൻ്റെ ലക്ഷ്യം സാധിച്ചേ മടങ്ങി വരികയുള്ളൂ. ഒരു വാഗ്ദത്തം ഈ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാപിച്ച ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ കാലമത്ര കഴിയുന്തോറും അതിൻ്റെ വീര്യം വർദ്ധിച്ചുകൊണ്ടിരിക്കും, അതിൻ്റെ കരുത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കും, അതിൻ്റെ ശക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ ലോകം മുഴുവൻ അവളെ കുറ്റവാളി എന്ന് വിളിക്കുമ്പോഴും അവൾക്കൊരു കാര്യമറിയാം, സകലരും തെറ്റാണ്, കുറ്റവാളിയാണെന്ന് പറയുമ്പോഴും ഞാൻ ഗർഭം ധരിച്ചതൊരു കുറ്റവാളിയാണെന്ന് മാത്രമല്ല, ലോകത്തിൽ ഒരു ശരിയുണ്ടെങ്കിൽ, ലോകത്തിൽ ഒരു സുസ്ഥിരമായ സത്യമുണ്ടെങ്കിൽ ആ സത്യമാണ് എൻ്റെ ഉള്ളത്തിൽ കിടക്കുന്നത്. ഈ മകനെ ഉൾക്കൊള്ളാനും മാത്രം സ്വന്തം കുടുംബത്തിന് പോലും വലിപ്പം വന്നത് പിന്നീടാണെങ്കിൽ, യേശുവിൻ്റെ സ്വന്തം സഹോദരന്മാർ പോലും അവിടുത്തെ കർത്തൃത്വം അംഗീകരിച്ചത് പിന്നീടാണെങ്കിൽ, എങ്ങനെ യഹൂദാജനത്തിന് ഈ യേശുവിനെ ഉൾക്കൊള്ളാൻ പറ്റും? അവൻ യോസേഫിൻ്റെ മകനെന്ന് ലോകം നിരൂപിച്ചു, സമൂഹം നിരൂപിച്ചു. ഇന്നും യോസേഫിൻ്റെ മകനെന്ന് യേശുവിനെ ഒരാൾ വിളിക്കുമ്പോൾ അതിനകത്ത് ദുഃഖമൊന്നും തോന്നേണ്ട കാര്യമില്ല, ഭാരം തോന്നേണ്ട കാര്യമില്ല. കാരണം വെളിപ്പാടുള്ളവന് മാത്രമേ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവെന്ന് ഉച്ചരിക്കാൻ ഈ നാവ് പൊങ്ങയുള്ളൂ. ആ തിരിച്ചറിവിൻ്റെ പേരാ സുവിശേഷം. അതാ നമ്മൾ ലോകത്തോട് പറയുന്നത്. അവൻ കേവലം മറിയയുടെ മകനല്ല, അവൻ കേവലം യോസേഫിൻ്റെ മകനല്ല, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ആ വെളിപ്പാടിനാൽ നമുക്ക് കിട്ടിയ തിരിച്ചറിവാ സുവിശേഷം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവരാരും അംഗീകരിച്ചില്ല എന്നോർത്ത് കർത്താവ് ഈ ഓഫീസ് പൂട്ടിയിട്ട് പോയില്ല. എന്നാൽ യേശു തൻ്റെ പ്രവൃത്തി കൊണ്ട് ഇവരെ ആത്മാർത്ഥമായി ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. താനാണ് മശിഹ, താനാണ് ദൈവപുത്രൻ. അതിന് ഈ വാദപ്രതിവാദ ശൈലിയിൽ വരുന്നവരെ യേശു ബഹിഷ്കരിച്ചു. അത് വളരെ പ്രകടമാണ്. അവർ വന്നിട്ട് പറയും, നീ മശിഹയാണെങ്കിൽ ഞങ്ങൾ കാണുക ഒരു അത്ഭുതം പ്രവർത്തിക്കണം. അന്ന് അതാ പിടിച്ചോ എന്നൊരു അത്ഭുതം ചെയ്തോ? ഇല്ല. യൂട്യൂബിലൊരു വീഡിയോയിൽ ഈ അന്യഭാഷയെ പറ്റിയുള്ളൊരു ചർച്ചയ്ക്കകത്ത്
ഒരു ചങ്ങാതി എന്നോട് പറയുന്നത്, ഇപ്പോൾ ഇവിടെ നിന്ന് അന്യഭാഷ പറഞ്ഞിട്ട് വ്യാഖ്യാനിക്കണം. ഞാൻ തന്നെ പറഞ്ഞിട്ട് വ്യാഖ്യാനിക്കണം. ഞാൻ പറഞ്ഞു അത് സാധിക്കുകയില്ല. എന്താ സാധിക്കാത്തത്? ഞാൻ പറഞ്ഞു, ബ്രദർ, ഈ കേട്ടേക്കുന്ന അന്യഭാഷയൊക്കെ ദേവഗൗഡ എന്നൊക്കെ ഉള്ള ടൈപ്പായിരിക്കും. എൻ്റെ കയ്യിൽ അത്രയൊന്നും ഇല്ല. എൻ്റെ കയ്യിലുള്ളത് എന്താണെന്ന് അറിയണ്ടേ? ഇത് കോഹിനൂർ രത്നങ്ങളെക്കാൾ വിലപിടിപ്പുള്ള മുത്തുകളാണ്. ഉറപ്പില്ലേ? ഉറപ്പുണ്ടോ? പത്മരാഗക്കല്ലുകളെക്കാൾ, കോഹിനൂർ രത്നങ്ങളെക്കാൾ, ബ്രൂണയിലെ സുൽത്താൻ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന കോടികൾ വിലമതിക്കുന്ന രത്നങ്ങളെക്കാൾ വിലപിടിപ്പുള്ളതാണ്, മുത്തുകളിലും വിലയേറിയതാണ് നാം പ്രാപിച്ച അന്യഭാഷയെന്ന് വിശ്വസിക്കുന്നവരുണ്ടോ? ശരിയല്ലേ? ഉണ്ട്. മുത്താണെന്ന് സമ്മതിച്ചല്ലോ. അതെവിടെ വിതറരുതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞു. എവിടെ കിട്ടിയോ? മുത്ത് എവിടെ വിതറരുതെന്ന് നിങ്ങൾ പറയണ്ട, പൂരിപ്പിക്കണ്ട ആരോടും. ചുമ്മാ നിന്ന് അങ്ങനെ മുത്ത് വിതറാൻ പറ്റത്തില്ല. അങ്ങനെ മുത്ത് വിതറുന്ന പരിപാടിയില്ലെന്ന് പറഞ്ഞു. യൂട്യൂബിലത് കിടപ്പുണ്ട്. അതാ ചിലരെയൊക്കെ ചൊടിപ്പിച്ച് പ്രകോപിപ്പിച്ച്. കാരണം ചിലതരം ചോദ്യങ്ങൾക്ക് അർഹിക്കുന്ന ഉത്തരം കൊടുത്താൽ മതി അല്ലേ? അപ്പോൾ ഏതായാലും കർത്താവ് ഇതിനൊന്നും മറുപടി പറഞ്ഞില്ല. ഇവരെയൊക്കെ ഒഴിവാക്കി വിട്ടിട്ട് പറഞ്ഞു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും, ഞാൻ അവയെ തിരിച്ചറിയും. എത്ര സന്തോഷമാണ് നമ്മളെ തിരിച്ചറിയുന്നൊരു ദൈവം. ഹല്ലേലൂയ. ഇതിലൊന്നും പറയാം, നിങ്ങളോ എൻ്റെ ആടുകളല്ലായികയാൽ. ഖണ്ഡിതമായി പറയുക, നിങ്ങൾക്ക് എന്നെ ബോധ്യം വരില്ല. റീസൺ അതാ. അങ്ങനെ ജൂത സമൂഹം തള്ളിക്കളഞ്ഞു. എന്നിട്ട് അവരൊന്നുകൂടെ വിശ്വസിച്ചു, യെശയ്യാ പറഞ്ഞ ശരിയാ, യിരെമ്യാ പറഞ്ഞ ശരിയാ, സക്കറിയ പറഞ്ഞ ശരിയാ, അവൻ ഇതുവരെ വന്നിട്ടേയില്ല. ആ കാത്തിരിപ്പ 2025 വർഷമായിട്ടും ഇന്നും കാത്തിരിക്കുക. ഇതുവരെ അവൻ അതിൽ മാറ്റമൊന്നുമില്ല. നെതന്യാഹു അടക്കമുള്ളവർ ഇപ്പോഴും കാത്തിരിക്കുക, വരും ഒരു മശിഹ, ഒരു രാജാവ് നീതിയോടെ വാഴും, കാത്തിരിക്കുക. നമ്മൾ പറയാ അവൻ വന്നു കഴിഞ്ഞു, അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇപ്പോൾ പിതാവിൻ്റെ മഹിമയുടെ വലത്ത് ഭാഗത്തുണ്ട്. കാലവിളംബമന്യേ തനിക്കായി കാത്തിരിക്കുന്ന ആ കന്യകയെ ചേർക്കാൻ അവിടെ പ്രത്യക്ഷനാകും. ഈ സുവിശേഷമാണ് നമ്മൾ ലോകത്തോട് പറയുന്നത്. ആ സുവിശേഷം പറയുമ്പോൾ നമുക്ക് ഈ കാര്യത്തിൽ ഒരാർജവത്തിൻ്റെ ശ്രേഷ്ഠതയുണ്ടെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അത് മനസ്സിലായില്ല, പറയാം. പത്രോസിനുള്ളതിനേക്കാൾ, യോഹന്നാനുള്ളതിനേക്കാൾ, യാക്കോബിനുള്ളതിനേക്കാൾ ഇക്കാര്യത്തിൽ നമുക്കൊരാർജവം കൂടുതലുണ്ടെന്ന് വിശ്വാസമില്ല. 12 അപ്പോസ്തലന്മാരെക്കാൾ നമുക്ക് സുവിശേഷം പറയാനുള്ള ആർജവം കൂടുതലാണെന്ന് പറയുമ്പോൾ അത് തെറ്റാണെന്ന് പറയില്ല. കാരണം പറയാം, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലേ? പത്രോസിനേക്കാൾ എനിക്കുണ്ട് ഇത് പറയാൻ അവകാശമുണ്ട്. പത്രോസിനേക്കാൾ, അന്ത്രയോസിനേക്കാൾ, യാക്കോബിനേക്കാൾ, യോഹന്നാനേക്കാൾ അവൻ മടങ്ങി വരുമെന്ന് പറയാൻ നമുക്കാണ് ആർജവം. അതെന്താ കാര്യം? പറയാം. ഗുരു, അങ്ങ് കടലിൻ മീതെ നടന്നത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങ് മരിച്ചടക്കം ചെയ്ത് 4 ദിവസം കഴിഞ്ഞ ലാസറിനെ ഉയർപ്പിക്കുമ്പോൾ ആഹ്ലാദചിത്തനായി ഞങ്ങളാരും ആ കല്ലറവാതുക്കലില്ല. യായിറോസിന്റെ മകൾക്ക് പ്രാണൻ തിരിച്ചു കൊടുക്കുന്നിടത്തും ഞങ്ങളാരുമില്ല. 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിക്കുമ്പോൾ ഈ ഇരവേലി ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മളോ നമ്മുടെ പിതാക്കന്മാരോ ആ പഞ്ചായത്തിൽ പോലും ഇല്ല. ഇതൊക്കെ കഴിച്ചവൻ, ഈ ഉയർപ്പ് കണ്ടവൻ, വീണ്ടും ഈ അപ്പം വാങ്ങി ഭക്ഷിച്ചവൻ, കൂടെ ഇരുന്ന് ഈ പെസഹ ആചരിച്ചവൻ, ഇതെല്ലാം അക്ഷരിക കണ്ണുകൊണ്ട് കണ്ടിട്ട് കാര്യത്തോടടുത്തപ്പോൾ പറയുക, ഞാൻ നിന്നെ അറിയുന്നില്ല. അവനെയൊക്കെ നോക്കിയിട്ട് കർത്താവ് പറയുക, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുമെന്ന് പ്രവചന രൂപേണ പറഞ്ഞ വാക്കിൽ
നമ്മളും കൂടെ ഇരിപ്പുണ്ടായിരുന്നു, ഉൾപ്പെട്ടിരുന്നു എന്നുള്ള ആ തിരുഹൃദയത്തിലെ മുൻനിർണയത്തിൻ്റെ ആഴമോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാണാത്ത, അപ്പം കഴിക്കാത്ത, കടലിൻ മീതെ നടക്കുന്ന, കണ്ടിട്ടില്ലാത്ത ഒരു വറ്റം സാധുക്കൾ 2000 ആണ്ടുകൾക്ക് ഇപ്പുറത്ത് നിന്ന് സംശയലേശമന്യ പറയുക, നീയാണ് ഞങ്ങളുടെ രക്ഷകൻ, നീയാണ് ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ, ഞങ്ങളവൻ്റെ മഹിമ കണ്ട സാക്ഷികൾ, ഞങ്ങളവനെ അറിഞ്ഞ ആ ദൈവകൃപയെ ആസ്വദിച്ച യേശുവിൻ്റെ അനുഗാമികൾ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോഴേ സുവിശേഷം പറയുമ്പോഴല്ല ഈ ബോധ്യം ജീവിതത്തിൽ നിന്ന് നിൽക്കട്ടെ, ഈ ബലവും ശക്തിയും നിൽക്കട്ടെ ജീവിതത്തിൽ. ആ കർത്താവ് നമ്മളെ നോക്കി വിളിച്ചു പറയും, കാണാതെ വിശ്വസിച്ച നിങ്ങൾ ഭാഗ്യവാന്മാർ, ഭാഗ്യമുള്ളവരാണ് നമ്മൾ. അത് സംശയമില്ലാതെ വിശ്വസിക്കുക, അത് വെറുതെ വിശ്വസിക്കുകയല്ല, അനുഭവങ്ങളാൽ വിശ്വസിക്കുക. അത് ശരിയാ, യേശുവിനെ കണ്ട നാൾ മുതൽ ഇത്തരം അനുഭവമില്ലാത്ത ഒരാളും ഇവിടെ ഇരിപ്പില്ല. ഒന്നുറപ്പിച്ചു കൊള്ളണം, ആ അനുഭവം കൊണ്ടൊന്നും ഞാൻ പരിമിതപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ കാത്തിരിക്കുന്നു ഇനിയും നൂറുകണക്കിന് അനുഭവങ്ങൾ, ഇതുവരെ കടന്നു പോകാത്ത ശ്രേഷ്ഠകരമായ അനുഭവങ്ങൾ, ഇതുവരെ പറയാത്ത, ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ ചെയ്യാത്ത നൂതനമായ ജീവിതാനുഭവങ്ങളുടെ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ സ്വന്തം മനസാക്ഷി ഒരു കാര്യം കൂടി പഠിപ്പിക്കണം. എന്താ അത്? ഞാൻ ഇന്ന് പ്രസംഗിച്ചതല്ല ഏറ്റവും ശ്രേഷ്ഠമായ പ്രസംഗം, ഞാൻ പ്രസംഗിക്കാൻ ഇരിക്കുന്ന പ്രസംഗമാണ് ഏറ്റവും ശ്രേഷ്ഠകരം. ഇതുവരെ ചെയ്തതല്ല, ചെയ്യാനിരിക്കുന്നതാണ്. അതിന് പ്രായം തടസ്സമല്ല, രോഗം തടസ്സമല്ല, സാമ്പത്തിക ഞെരുക്കം തടസ്സമല്ല, ജീവിത പശ്ചാത്തലം തടസ്സമല്ല. നിങ്ങൾ മാരക രോഗങ്ങളുടെ ഉടമയാകാം, ജീവിതം തകർന്നുവെന്ന് തോന്നുന്ന വ്യക്തിയാകാം, പക്ഷെ അതിജീവനത്തിൻ്റെ പുത്തൻ കരുത്തോടെ നമ്മിൽ വ്യാപരിക്കുന്ന ദൈവപരിശുദ്ധാത്മാവിനെ ജീവിതത്തിൽ ഉൾക്കൊണ്ടിട്ട് പറയണം, ഞാൻ പരിമിതികളെ ചാടിക്കടക്കം ശ്രേഷ്ഠകരമായ അനുഭവത്തിൽ ഇനിയും അങ്ങേയ്ക്കായി പ്രവർത്തിക്കും. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ അവർ തള്ളിക്കളഞ്ഞു. ഇവർ ഈ പ്രവചനം വെച്ചൊന്ന് പഠിച്ചിരുന്നെങ്കിൽ യേശുവിനെ നിരാകരിക്കയില്ല. അതും ഒരു സത്യ, വചനം അറിയാത്തതിൻ്റെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. ക്ഷമിക്കണം, ഞാൻ ഈ വിവാദങ്ങളൊന്നും ഇത്തരം യോഗങ്ങളിൽ പറയുന്ന ഒരാളല്ല. അത് പറയുമ്പോൾ നിങ്ങൾ ഓർത്ത് ഇത്രയും വിവാദം ഉണ്ടാക്കിയിട്ട് ഈ മനുഷ്യൻ കള്ളം പറയാം. സുവിശേഷ യോഗത്തിലെ പരാമർശമൊന്നുമല്ല നിങ്ങൾ കേട്ടത്, അതിനുവേണ്ടി വെച്ച യോഗം. മനസ്സിലായോ? ഈ കെമിസ്ട്രി പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ നമുക്ക് ഹിന്ദി പഠിപ്പിക്കാൻ നോക്കുമോ? കെമിസ്ട്രി ഹിന്ദിയും കൂടെ പൊരുത്തപ്പെടുമോ? ഒരിക്കലും പൊരുത്തപ്പെടുകയല്ല. പൊരുത്തപ്പെടുമോ? മാത്സ് പൊരുത്തപ്പെടും, ഫിസിക്സ് പൊരുത്തപ്പെടും, അല്ലേ? ഇത് പൊരുത്തപ്പെടത്തില്ല. അതിൻ്റെ സ്ഥലത്താണ് അത് പറഞ്ഞല്ല, സുവിശേഷ യോഗത്തിലൊന്നും അല്ല.
നിന്റെ കൃപയാ. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രവചനങ്ങൾ പഠിച്ചാൽ മതിയായിരുന്നു. ഇതുപോലെ ഞാൻ അത്ര യോങ്ങളിൽ പറഞ്ഞൊരു കാര്യം, ഒരു ഗ്രന്ഥത്തിൽ നിങ്ങളെക്കുറിച്ച് 100 കണക്കിന് മോശപ്പെട്ട കാര്യങ്ങൾ എഴുതിയിരിക്കുക. അതും കൊണ്ട് നിങ്ങൾ നടന്നാൽ എങ്ങനെ ഇരിക്കും? ഇതേ ചോദിച്ചുള്ളൂ. എന്നുവെച്ചാൽ പുരാണങ്ങളിലെയും ഇതിഹാസങ്ങളിലെയും പരാമർശങ്ങൾ അധികവും അത് ചുമന്നുകൊണ്ട് നടക്കുന്നവർക്ക് എതിരെയാണ്. നിങ്ങൾക്കതെങ്ങനെ കൊണ്ടു നടക്കാൻ സാധിക്കുന്നു എന്ന് ഛത്തീസ്ഗഡ് സംഭവത്തോടൊക്കെ ബന്ധപ്പെട്ടിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ പരിശോധിക്കാൻ പറ്റണം. പ്രവചനങ്ങളെ പരിശോധിക്കുന്നതിൽ വൈമുഖ്യം കാണിച്ച ജൂതന്മാരും ശാസ്ത്രിമാരുമൊക്കെ യേശുവിനെ കണ്ട് ഇടയ്ക്കിടയ്ക്ക് അംഗീകരിക്കുന്നുണ്ട്. അവർ വിസ്മയിച്ചു ഉപദേശത്തിങ്കൽ. അമ്പരന്ന് പോകുന്ന ട്രീറ്റ്മെൻറ്റ് കർത്താവ് കൊടുത്തു അവർക്ക്. എന്നിട്ടും മാറ്റമില്ല. ചിലർ മനസ്സിൽ സ്വരുക്കുട്ടി വെച്ച ചില കടുംപിടുത്തങ്ങളുടെ മറവിട്ട് പുറത്ത് ചാടില്ല. സുഖകരമെന്ന് അവർക്കത് തോന്നാം. മുമ്പേ പറഞ്ഞുള്ള എക്സാമ്പിൾ, ദൈവത്തിൻ്റെ കൃപാവരങ്ങളെല്ലാം ഇന്നും നിലനിൽക്കുന്നു എന്ന് ആത്മാർത്ഥമായി വചനത്തിലൂടെ ബോധ്യപ്പെട്ടിട്ടും തങ്ങളുടെ സഭ പഠിപ്പിച്ച ഉപദേശങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് അതിൽ കടുംപിടുത്തം പിടിച്ചു നിൽക്കുന്ന ആളുകൾ ജയിച്ചു എന്നൊന്നും കരുതരുത്. സ്നാനം സത്യമാണ്. അതങ്ങൾ അനുഷ്ഠിച്ച ആ കടമയോ കർത്തവ്യമല്ലാതെ നിമജ്ജന സ്നാനമാണ് ശരിയെന്ന് ബോധ്യപ്പെട്ടിട്ടും കടുംപിടുത്തം പിടിച്ചുകൊണ്ടും വാദപ്രതിവാദങ്ങളിൽ ജയിച്ചതുകൊണ്ടും നിങ്ങൾ ജയിച്ചു എന്ന് കരുതരുത്. അതിൻ്റെ കാരണം എന്താ? ആത്മാർത്ഥതയുള്ള ആ നിങ്ങളുടെ മനസാക്ഷി നിങ്ങൾക്കെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുക. അത് ശരിയല്ല. തത്വത്തിൽ നിങ്ങൾ ജയിച്ചു കാണും, ആത്മാവിൽ നിങ്ങൾ പരാജയപ്പെട്ടു. ഹല്ലേലൂയ. ഇതേ പരാജയം ജൂതനും സംഭവിച്ചു. ഒടുക്കം കർത്താവായ യേശു ക്രിസ്തു യെറുസലേമിനെ നോക്കി ഒരു പ്രവചനം, കുറിക്കുകൊള്ളുന്ന ചരിത്ര പ്രാധാന്യമുള്ള ഒരു പ്രവചനം. ആ പ്രവചനം രേഖപ്പെടുത്തിയ മത്തായി 24 വായിക്കേണ്ട, മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ, ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ, 21-ാം അധ്യായത്തിൽ ഒക്കെ രേഖപ്പെടുത്തി വച്ചിരിക്കുക. അതിൻ്റെ പേര് ഒലിവറ്റ് ഡിസ്കോസ്, ഒലിവുമല പ്രഭാഷണം. ഒലിവുമലയിൽ നിന്നുകൊണ്ട് യേശു പ്രവചിക്കുന്ന ആ പ്രവചനത്തെപ്പറ്റി പറയുമ്പോൾ ഞാൻ ഒലിവുമലയെക്കുറിച്ചും യെറുസലേമിനെക്കുറിച്ചും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഒന്ന് പറയാം. ഒലിവുമലയെയും യെറുസലേമിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു തോടുണ്ട്. ഇത് അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഒരു ചെറിയ തോടിൻ്റെ അകലെ ഈ റോഡ് പോലെ ഒരു തോട്, അത്ര വീതി. അത് 2 മലകൾ. യെറുസലേമിൽ നിന്ന് നിങ്ങൾ കിഴക്കോട്ട് നോക്കിയാൽ ഒലിവുമല കാണാം. ഒലിവുമല അല്പം ഉയരമുള്ളൊരു മലയാണ്. ആ മലയിൽ നിങ്ങൾ യെറുസലേമിൽ നിന്ന് യാത്ര ചെയ്ത് കിദ്രോൻ തോട് കടന്ന് നേരെ ചെന്ന് ഒലിവുമലയെ സ്പർശിച്ചാൽ ആദ്യം ചെന്ന് സ്പർശിക്കുന്ന ഇടം, അല്ലെങ്കിൽ ആദ്യം നിങ്ങളുടെ കാല് കുത്തുന്ന ആ മേഖലയ്ക്കൊരു പേര് പറയും. ആ സ്ഥലമാണ് ഗെത്സമന, യേശു പ്രാർത്ഥിച്ച സ്ഥലം. ഗെത്സമന വഴി നടന്ന് 20 മിനിറ്റുകൾ കൊണ്ട് 25 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ഒലിവുമലയുടെ മുകളിലെത്താം. ആ ഒലിവുമലയുടെ അങ്ങേ താഴ്വരയുണ്ട്, അതും പ്രധാനപ്പെട്ട സ്ഥലമാണ്. അതാണ് ലാസർ പാർത്ത ബഥാന്യ. അപ്പോൾ മനോഹരമായ ഒലിവുമലയുടെ ഒരു ചരിവാണ് ഗെത്സമന, അങ്ങേ ചരിവ് ബഥാന്യ. ഈ ബഥാന്യ ലോകത്ത് കടുക് മരങ്ങളുള്ള ഒരേ ഒരു സ്ഥലമാണ്. ഇന്നും അവിടെ കടുക് മരങ്ങളുണ്ട്. കടുക് മരം അതൊക്കെ ഒന്നോർത്തോപ്പം പറഞ്ഞു തന്നേ ഉള്ളൂ. ഈ പുറത്ത് യെറുസലേം. അപ്പോൾ ഒലിവുമലയുടെ പടിഞ്ഞാറാണ് യെറുസലേം, അല്ലെങ്കിൽ യെറുസലേമിൻ്റെ കിഴക്കാണ് ഒലിവുമല. ഈ ഒലിവുമലയിൽ നിന്നുകൊണ്ട് യെറുസലേം ദേവാലയത്തെ നോക്കി യേശു ഒരു പ്രവചനം നടത്തി. ആ ദേവാലയത്തിലേക്ക് വിരൽച്ചുകൊണ്ട് യേശു നടത്തുന്ന പ്രവചനം അല്പം മുമ്പ്. ആ പ്രവചനം കഴിഞ്ഞൊരു ഇടവേള കഴിഞ്ഞ് ശിഷ്യന്മാർ ചോദിക്കുക, അത് എപ്പോൾ സംഭവിക്കും? അങ്ങ് മിനിറ്റുകൾക്കപ്പുറത്തൊരു കാര്യം പറഞ്ഞു, ഈ ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകരും. അത് എപ്പോൾ സംഭവിക്കും? അടുത്ത വചനത്തിൽ നമ്മുടെ
മലയാളത്തിലെ പരിഭാഷയിലൊക്കെ വേണ്ടൊരു തിരുത്തലുണ്ട്. അവിടുത്തെ വരവിനും ലോകാവസാനമല്ല ശരിക്ക് യുഗാവസാനത്തിനും അടയാളമെന്തെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ആ വ്യഗ്രത ഉണ്ടോ? ഞാൻ ഇത്തരൊരു യോഗത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാണ്. ഈ ടോപ്പിക്കൊക്കെ നേരത്തെ പറഞ്ഞു. സെക്കൻഡ് കമ്മിങ് നമ്മുടെ ജനങ്ങൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന കാര്യങ്ങളാണത്. ക്രൂശീകരണവും പുനരാഗമനവുമാണ് കാലഘട്ടമേറെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. എന്നതുപോലെ ഇവരൊരു ചോദ്യം ചോദിക്കുക, ഞങ്ങൾക്ക് അറിയണം നിന്റെ വരവ്, യുഗത്തിൻ്റെ അവസാനം, ഇതൊന്നറിയണം. ഈ ചോദ്യം കേട്ടപ്പോൾ യേശുവിൽ നിന്ന് പുറത്തേക്ക് ചാടിയത് ഒരു ശക്തിയായ പ്രസംഗമാണ്. ഒരു കാര്യം മനസ്സിലാവുക, ചിലതരം ആകാംക്ഷകൾ വലിയ ഉത്തരം സൃഷ്ടിക്കും അല്ലേ? ചില ചോദ്യങ്ങൾ ചെറുതാണെന്ന് നമുക്ക് തോന്നും, വലിയ ഉത്തരങ്ങളാണ് അത് നമുക്ക് തരുന്നത്. സ്തോത്രം. നിങ്ങൾക്ക് ഒരു പൊതുജന സമക്ഷം ചോദ്യം ചോദിക്കാൻ ഒരു പ്രേരണ വരുന്നു. അനാവശ്യമായ ചോദ്യമല്ല. ആ ചോദ്യം ചോദിക്കാൻ ഒരു അവസരം നിങ്ങൾക്ക് തരുമ്പോൾ അത് ഉപയോഗിക്കാതിരുന്നാൽ ചില വലിയ ഉത്തരങ്ങളെ നമ്മൾ തടയുന്നത്. ചിലതരം പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാതെ വിട്ടാൽ വലിയ ഉത്തരങ്ങളെ നമ്മൾ തടയുന്നത്. വിശേഷിച്ച് രാത്രി കാലങ്ങളിൽ ചില സ്വപ്നങ്ങൾ, ചില ദർശനങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരും. അതിൽ ചില അസ്വസ്ഥതകൾ രൂപപ്പെടും. മറ്റൊരാളെക്കുറിച്ചാകാം, നിങ്ങളെക്കുറിച്ചാകാം. അപ്പോഴൊക്കെ ആത്മാവ് നമുക്കൊരു ചെറിയ ഉണർവ് പെട്ടെന്ന് തരും. അതിലും വലിയ ക്ഷീണം ജഡത്തിൽ പ്രത്യക്ഷപ്പെടും. ഒരു കാര്യം ഓർത്തുകൊള്ളണം, ആ സമയത്ത് ഉറങ്ങാൻ പാടില്ല. എങ്ങനെയും ഉണരണം. എങ്ങനെയും ഉണരുന്നില്ലെങ്കിലുള്ള കുഴപ്പം എന്താ അറിയണ്ടേ? കർത്താവ് ഒരിക്കൽ പറഞ്ഞു, എന്നോടുകൂടെ ഒരു നാഴിക ഉണർന്നിരുന്നെന്ന് പ്രാർത്ഥിച്ചുകൂടെ എന്ന് കേട്ടിട്ട് ഒരാളും ഉണർന്നില്ല. ഒരാളും ഉണരാതിരുന്നപ്പോൾ ഉണരേണ്ടവൻ ഉണർന്നില്ല. പക്ഷെ ഉണരാൻ പാടില്ലാത്ത യൂദ ഉണർന്നു. ഒറ്റിക്കൊടുക്കൽ സുശക്തമാകും. ചിന്തിക്കാത്ത തരത്തിലെ തന്ത്രങ്ങൾ മെനയും. അതിനു മുമ്പ് ഉണരേണ്ട നമ്മൾ ഉണരണം. അതിന് ചില കാഴ്ചപ്പാടുകൾ ദൈവം തരുന്നത്. ഉറക്കത്തോട് വിട പറഞ്ഞ്, ക്ഷീണത്തോട് വിട പറഞ്ഞ്, അപ്പോഴും ഉറക്കം നമ്മളെ വേട്ടയാടുമെങ്കിൽ കഴിവതാ മുറിയിലൂടെ നടന്ന് മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് മുഴങ്കാലൊരു യുദ്ധം അതിന് പറ്റുന്നില്ലെങ്കിൽ നടന്നുകൊണ്ടൊരു പ്രാർത്ഥന. ഒരു കാര്യം ഉറപ്പാ, അങ്ങനെയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന ചിലതരം പ്രതിസന്ധിയുടെ ഘട്ടങ്ങളെ നീക്കം ചെയ്ത് വലിയ വിടുതൽ, വലിയ ഉദാഹരണം. അതുകൊണ്ട് ചോദ്യം തമ്പുരാനോടാണെങ്കിൽ ഒരു ഉത്തരം ഉറപ്പാണ്. ലോകത്ത് പലരോടും ചോദിച്ചിട്ട് കിട്ടാത്ത ചോദ്യത്തിൻ്റെ ഉത്തരം തരാൻ കഴിയുന്നവൻ തൊട്ടരികിൽ നിന്നപ്പോൾ അതൊന്ന് പ്രയോജനപ്പെടുത്താം എന്ന് ശിഷ്യന്മാർ പദ്ധതിയിട്ടിട്ട് ഒരു ശിഷ്യൻ പറയുക, അത് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ആദ്യം കർത്താവ് ഒരു വാണിംഗ് തന്നു, ആരും നിങ്ങളെ തെറ്റിക്കരുത് അല്ലേ? ഇതൊക്കെ പറഞ്ഞിട്ട് തെറ്റിക്കരുതെന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് അല്ലേ? ചെറിയ തെറ്റൊക്കെ വരുത്താവുന്ന പോലും അല്ല പറഞ്ഞത്. ചെറിയ തെറ്റ് വരുത്തിയാലും പ്രശ്നമാണ്. ആരും നിങ്ങളെ തെറ്റിക്കരുത്. ഓരോ അടയാളങ്ങൾ പറഞ്ഞ കൂടെ ദേവാലയ തകർച്ച യേശു പ്രവചിച്ചു. ഞാൻ ആ രംഗം ഇങ്ങനെ ഓർക്കുക. തലയുയർത്തി നിൽക്കുന്ന യെരൂശലേം ദേവാലയം ഒലിവുമലയിൽ നിന്ന് കാണുമ്പോൾ അതല്പം കുഴിയിലാണ് കാണുന്നത്. കാരണം ഒലിവുമല ആണ് ഉയരം കൂടിയത്. തൊട്ട് താഴെയാണ് ദേവാലയം. അത് മാർബിളിൽ കൊത്തിയെടുത്ത ഒരു മനോഹര ശില്പമാണ്. കാണാൻ നല്ല ഭംഗിയാണ്. അതിലേക്ക് വെയിലൊക്കെ അടിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ആ മനോഹാരിത വിവരണാതീതമാണ്. ശിഷ്യന്മാർക്ക് അക്സെപ്റ്റ് ചെയ്യാനൊരു മടി. ഇതെങ്ങനെ തകരുന്നേ? ഇതെന്തിനാ തകരുന്നേ? അതിന് കാരണവും കർത്താവ് പറഞ്ഞു, ബോർഡൊക്കെ യെരൂശലേം ദേവാലയം വന്ന, പക്ഷെ ഇപ്പോൾ അത് കള്ളന്മാരുടെ ഗുഹയാണ്. അത് തകർക്കും. യേശു പ്രവചിച്ച് ഒരു 40 ആണ്ടുകൾ കഴിഞ്ഞു. യേശു എന്ന് പ്രവചിച്ചോ അവിടെ നിന്ന് അധികം താമസിക്കാത്ത ദിനങ്ങളിലൊന്നിൽ യേശു അറസ്റ്റ് വരിക്കപ്പെട്ടു, വിചാരണ ചെയ്യപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഒരു 40 ദിവസം പ്രത്യക്ഷനായിട്ട് യേശു കരേറിപ്പോയി അല്ലേ? അങ്ങനെ പോകുമ്പോൾ സത്യത്തിൽ നമ്മുടെ ഈ ചർച്ചിൻ്റെ സംവിധാനമൊക്കെ ദുർബലമാണ്. ഹെഡ് ക്വാർട്ടർ ഇല്ല, ലെറ്റർ പാടും സീലും സ്വന്തം ഇല്ല, സഞ്ചരിക്കാൻ ഒരു കാളയോ കഴുതയോ ഇല്ല, കടം വാങ്ങിയ വീട്ടിലാ വിരുന്ന്, അല്ലെങ്കിൽ വാടക വീട്ടിൽ, അവിടെയാ പ്രാർത്ഥന. കടം വാങ്ങിയ കല്ലറയിലാ യേശു അടക്കപ്പെട്ടത്. കടബാധ്യതകൾ നിൽക്കുന്നു. ട്രഷററാണെങ്കിൽ ആത്മഹത്യ ചെയ്തു. വരവില്ല, ചിലവില്ല, കണക്കില്ല.
ദുർബലരായ കുറേ പാവം മനുഷ്യർ, പത്രോസ്, സംശയിക്കുന്ന പത്രോസ്, സംശയിച്ച തോമസ്, യൂദാ പിന്നെ പോട്ടെ, ഈ ദുർബല മനുഷ്യരവിടെ നിൽക്ക ചെയ്തേ. കർത്താവ് ഒരു കാര്യം കൂടി പറഞ്ഞു, ഇപ്പോഴത്തെ ക്ഷീണമൊന്നും കാര്യമാക്കേണ്ട മക്കളെ, ഇതൊന്നും ഗൗരവത്തിലെടുക്കേണ്ട മക്കളെ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമെന്നു. ഇവരൊന്നും ഓർത്തില്ല, ഇത്രയും വലിയ സംഭവമാണെന്നല്ലേ. ആ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളിലും വ്യാപരിക്കുന്നേ. അവിടെ നമുക്കൊരു ദൂതെടുത്ത് പറയാ, ഈ ക്ഷീണം ഗൗരവത്തിലെടുക്കുന്നില്ല, ഈ ഭാരം ഗൗരവത്തിലെടുക്കുന്നില്ല, ഈ ഞെരുക്കം ഗൗരവത്തിലെടുക്കുന്നില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. ശക്തി ലഭിച്ചിട്ട് ആദ്യം യെരൂശലേമിൽ നിരാകരിക്കപ്പെട്ട ആ പട്ടണത്തിൽ, കല്ലെറിഞ്ഞോടിക്കാൻ ശ്രമിച്ച ആ പട്ടണത്തിൽ, ഞാൻ തോറ്റുവെന്ന് ലോകം വിധിയെഴുതിയ ആ പട്ടണത്തിൽ, അവിടുന്ന് നിന്റെ തുടക്കം. യഹൂദയിൽ എല്ലായിടത്തും, ശമരിയിൽ, പിന്നെ ഭൂമിയുടെ അറ്റം വരെ ആർക്കും തടയാനാവാത്ത വിധത്തിലെ പടപ്പുറപ്പാട് അന്ന് ആരംഭിച്ചതാ. ഒരുത്തനും വിലങ്ങ് നിൽക്കാൻ, ഒരിക്കലും തടസ്സം നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ പാതയെ നേരെയാക്കിയിട്ട ഈ ദൈവപ്രവൃത്തിയുടെ കാലഘട്ടം 2000 ആണ്ട് പിന്നിട്ടു. ആരുടെയും മുമ്പിൽ തലകുനിക്കാത്ത ആ നിശ്ചയദാർഢ്യത്തിൻ്റെ പേരാ സുവിശേഷം. അതാ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. കീഴടങ്ങാത്ത, അന്തസുറ്റാഭിജാത്യമുറ്റ ആ വിജയശീലാളിതനായ യേശുവിനെ ഉയർത്തിപ്പറയാൻ, യേശുവിനെ സ്തുതിക്കാൻ നമുക്ക് കിട്ടുന്ന ഒരവസരവും കളയാൻ പാടില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഏതായാലും അവിടുന്ന് ഒരു 40 ആണ്ട് കഴിഞ്ഞപ്പോൾ ദേവാലയം തകർന്നു. കൃത്യം പറഞ്ഞാൽ AD 70. രാജ്യം ഭരിക്കുന്ന റോമാ കൈസറുടെ ഒരു സൈനിക മേധാവി ടൈറ്റസ് കൈസർ എന്നാണ് പേര്. ഈ കൈസർ എന്നുള്ളത് സ്ഥാനപ്പേരാണ്. ഒരാളുടെ പേരിൻ്റെ കൂടെ ചേർക്കുന്ന, രാജാക്കന്മാർ പേരിൻ്റെ കൂടെ ചേർക്കുന്ന പേരാണ് അവിടുത്തെ രാജാവിൻ്റെ, ചക്രവർത്തി, രാജാവും അല്ല ചക്രവർത്തി, കൈസർ അല്ലെങ്കിൽ സീസർ. കൈസർ അല്ലെങ്കിൽ സീസർ എന്ന് വിളിക്കുന്ന സ്ഥാനപ്പേരോട് കൂടിയ ഈ ചക്രവർത്തി, ഈ ടൈറ്റസും പിന്നെ ചക്രവർത്തി ആകുന്നുണ്ട്. അന്ന് ചക്രവർത്തി അല്ല. ഇയാൾ വലിയ തന്ത്രജ്ഞനായ ഒരു മനുഷ്യനായിരുന്നു. യുദ്ധത്തിൽ എപ്പോഴും തന്ത്രത്തിനാണ് വിജയം, അല്ലേ? ചിലക്ക് ആ തന്ത്രം അത്ര ഉണ്ടെന്ന് പിടിയിട്ടില്ല. കാരണം നമ്മുടെ ഒന്നും തന്ത്രമല്ലത്. ഇപ്പോൾ ഇറാനെയോ ഖത്തറിനെയോ ഒക്കെ ഇസ്രയേൽ ആക്രമിക്കുമ്പോൾ അവർക്ക് പറയാം, അതിശക്തമായ രാജ്യങ്ങളാണ്, സമ്പന്ന രാജ്യങ്ങളാണ്, പെട്രോൾ ഡോളറുണ്ട്, ടൈയപ്പുണ്ട് മറ്റ് രാജ്യങ്ങളുമായിട്ട്. അവരും തിരിച്ചാക്രമിക്കും. നമ്മൾ പാകിസ്ഥാനെ ആക്രമിച്ചാൽ നമുക്കും കരുതലുണ്ട്. ആ ബലാബലത്തിൽ നമ്മൾ ഒത്തിരി മുമ്പിലാണ്. പക്ഷെ ഒരു തിരിച്ചടി അവൻ്റെ ഉണ്ട്, അത് പ്രതീക്ഷിക്കും. പക്ഷെ അത് എവിടെ അടിക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു ബുദ്ധിയാണ്. ഇപ്പം മൊസാദിൻ്റെ ഹെഡ്ക്വാർട്ടറോ അവിടുത്തെ 3-4 കെട്ടിടങ്ങളോ തകർത്താൽ അതിൽ ജയമില്ലെന്ന് അവർക്കറിയാം. കാരണം അവരതിൻ്റെ മറുവശമാണ് കാണുന്നത്. ഇതൊക്കെ അവർ ചെയ്തോട്ടെ, ഇപ്പുറത്ത് നിഗൂഢമായി ഒരുങ്ങുന്ന വേറെ ചില പദ്ധതികളുണ്ട്. അല്ല, പോട്ടന്മാരല്ല ഇസ്രയേൽ. നമ്മൾ ഇസ്രയേൽ പക്ഷപാതിയായി പറയല്ല, പക്ഷെ വസ്തുത പോലെ പറയാൻ നമുക്ക് പറ്റൂ. അതാണ് കാര്യം. പ്രിയപ്പെട്ടവരെ, അന്ന് ഈ ദേവാലയം അങ്ങ് തകർന്നു. തന്ത്രജ്ഞനായ ഈ ടൈറ്റസ് കൈസർ ഒലിവുമലയുടെ മുകളിൽ ക്യാമ്പ് ചെയ്തു. ഒലിവുമലയിൽ ഇരുന്നു കൊണ്ട് ഇതൊക്കെ നിയന്ത്രിച്ചു. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അധികം ചോര ചൊരിയാതെ സമാധാനപരമായിട്ട് തീർക്കണം. അതിന് ഈ സിവിൽ സപ്ലൈസിൻ്റെ മുഴുവൻ വഴികളും അടക്കിയാണ്, ഭക്ഷണം കിട്ടാനൊക്കെ ഉള്ളത്. മാത്രമല്ല, നമ്മളെപ്പോലെ വെള്ളം കിട്ടാനും ബുദ്ധിമുട്ടാണ്. വെള്ളത്തിൻ്റെ വില നമുക്കറിയാത്തതുകൊണ്ടാണ് ഇത്തരം രാജ്യങ്ങളിൽ വെള്ളത്തിനും ദൗർലഭ്യമുണ്ട്. ഇവരെ മുഴുവൻ ബന്ദിയാക്കും പോലെ ഈ ദേവാലയത്തിൻ്റെ കെട്ടുമതിലിൻ്റെ ഒക്കെ ഉള്ളിലാക്കി കുറേ നാളൊക്കെ അവർ ചെറുത്തുനിൽപ്പിലൂടെ ഇടയിൽ ഭക്ഷണ ദൗർലഭ്യം നേരിട്ടു. ഭക്ഷണം ഇല്ലാതെ വന്നപ്പോൾ ഉള്ളതൊക്കെ തീർന്നു. പതുക്കെ അവർ കഴിച്ചു തുടങ്ങിയതേ. അതുവഴി അലയുന്ന ഒട്ടകങ്ങളെ കൊന്നു തിന്നു. ഒട്ടകങ്ങളുടെ മാംസവും കിട്ടാതെ വന്നപ്പോൾ ഒട്ടകങ്ങൾ പട്ടിണിയായി. അവ വീണ് ചത്തു. ചീഞ്ഞഴുകിയ ഒട്ടക മാംസം ഭക്ഷിക്കേണ്ടി വന്നു. ജൂതൻ്റെ അവസ്ഥ തീർന്നില്ല. നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട ചരിത്രമൊക്കെ പഠിച്ചാൽ ഒത്തിരി ദയനീയമാണ്. സ്വന്തം ചെരുപ്പ്
കടിച്ച് തിന്നേണ്ടി വന്ന ഗതികേട് അതൊക്കെ തീർന്നപ്പോൾ നിലത്തെ പുല്ല് പറിച്ച് തിന്നേണ്ടി വരുന്നു. മക്കൾക്കൊക്കെ പുല്ല് കൊടുക്കേണ്ടി വരുന്ന അമ്മയപ്പന്മാരുടെ ഗതികേട് ഒത്തിരി അവിടെ പറയുന്നില്ല. എല്ലാ വഴികളും അടഞ്ഞപ്പോൾ ടൈറ്റസ് സേനാനായകന്മാരോട് പറഞ്ഞു, ഇനി എതിർക്കാൻ എളുപ്പമാണ്, ചെറുക്കാൻ ശേഷിയില്ല. ഒരു കാര്യം, ദേവാലയത്തിൽ തുടരുത്, പൊളിക്കാൻ പാടില്ല, അതവിടെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പണ്ട് മുതലേ ഉണ്ട് ഈ ആളുകൾക്ക് മറ്റ് ദേവാലയം പിടിച്ചെടുത്ത് സ്വന്തമാക്കുമ്പോൾ കിട്ടുന്ന ഒരു വലിയ ആവേശം. അപ്പോൾ നമ്മുടെയൊക്കെ ഹാളുമൊക്കെ പിടിച്ചെടുത്തിട്ട് ഇത് മറ്റൊരു മതം സ്വന്തമാക്കി അവർക്ക് കൊടുത്തിട്ടില്ല, നമ്മളിനൊന്നും പോകുന്നില്ല, നമുക്കതിന് നിയമവിരുദ്ധമോ അല്ലേ? റോമാലേഖനത്തിലൊക്കെ എഴുതിയിരിക്കുന്ന വിഗ്രഹത്തെ ആരാധിക്കില്ലെന്ന് പറഞ്ഞ് നീ ക്ഷേത്രം കൊള്ളയിടും, നമുക്ക് പാടില്ലാത്ത കാര്യമാണ്. ശരിയല്ലേ? അതവൻ്റെ സ്ഥാപനം, അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മളെ ഈ ഹാളില്ലെങ്കിൽ അത് കുറേ സാമൂഹ്യപരമായി ബാധിക്കുമെങ്കിലും നാളെ ഒരിക്കൽ ആക്രമത്തിൻ്റെയും പീഡയുടെയൊക്കെ ആധിക്യത്താൽ ഇതെല്ലാം തകർത്താലും നമ്മളിലെ ക്രൈസ്തവ ചൈതന്യം തകരുമോ? ഇല്ലെന്ന്. നമ്മുടെ തുടക്കം തന്നെ മരത്തണലിലൊക്കെ ഇരുന്ന് ആരാധിച്ചല്ലേ 2000 ആണ്ടുകൾക്കപ്പുറത്തെ. ഇപ്പം ഇതൊക്കെ ഉണ്ടായല്ലോ, വലിയ സന്തോഷം. ഇതല്ലല്ലോ നമ്മുടെ ആലയം, നമ്മളല്ലേ ആലയം. സ്തോത്രം. ഇതൊന്നും തകർന്നാലും 1000 അല്ല 10,000 ലക്ഷക്കണക്കിന് ബൈബിള് കത്തിച്ചാലും ഇതൊന്നും തീരത്തില്ലെന്ന്. ഹല്ലേലൂയ. അങ്ങനെ പീഡ കൊണ്ടൊന്നും ഒതുക്കാൻ കഴിയാത്ത അജയ്യമായ മാർഗമാ യേശുവിൻ്റെ മാർഗം. പക്ഷെ ജൂതന്മാർ തകർന്നു. ദേവാലയം അത് ടൈറ്റസ് പിടിച്ചെടുത്തു. പിന്നെ നിർമ്മാണം ഭയങ്കര. ഇതൊന്ന് കാണാൻ വേണ്ടി അകത്ത് കയറിയ റോമൻ പടയാളികൾ ആണ്ടിലൊരിക്കൽ മാത്രം പുരോഹിതൻ കിടക്കുന്ന അന്തർമന്ദിരത്തിനുള്ളിലും ഇരുമ്പ് ബൂട്ട്സിട്ട് ചവിട്ടി മലിനമാക്കി തലങ്ങും വിലങ്ങും നടന്നു. കൗതുകം കൊണ്ടൊരു പടയാളി ഈ അന്തർമന്ദിരത്തിലെ കാഴ്ചകൾ കാണാൻ തെളിയിച്ച വിളക്ക് വിനയായി. അത് ഒലിവെണ്ണ നിറച്ച ക്യാനുകളിലേക്ക് തീ പടർന്നു. ഈ ആളിക്കത്തി. ദേവദാരു പലകകൾ കൊണ്ടുള്ള മച്ചും ശീലാന്തുമൊക്കെ കത്തി അവസാനം ഇതിൻ്റെ ഭിത്തി അതൊക്കെ മാർബിളാണ്, അല്ലെങ്കിൽ ചുണ്ണാമ്പ് കല്ലുകളാണ്. അതൊക്കെ പഴുത്ത് ഒടുക്കം ആളുകൾ 4 വഴിക്ക് ഓടി. അതിനു മുമ്പേ ഓടും വഴിക്ക് മറിഞ്ഞു വീണ മനുഷ്യരുടെ ശരീരത്ത് കൂടിയൊക്കെ ആനകളെ കുതിരകളെയൊക്കെ ഓടിച്ച് കയറ്റേണ്ടി വന്നു പ്രാണരക്ഷാർത്ഥം. പല വഴിക്ക് ചിതറി ഓടുമ്പോൾ അപ്രതീക്ഷിതമായുണ്ടായ മഞ്ഞുവർച്ച സ്ഥിതിഗതികൾ മോശമാക്കി മനുഷ്യൻ കൂട്ടിയിടിച്ചൊക്കെ മരിച്ചു. ഇതുവഴി പോകണം, എങ്ങോട്ട് പോകണമെന്നറിയില്ല. യേശു പറഞ്ഞത്, നിങ്ങളുടെ ഓടിപ്പോക്ക് ഒരു ശീതകാലത്താകാതിരുന്നാൽ കൊള്ളാം. അന്ന് ഗർഭവതികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കുമൊക്കെ അയ്യോ കഷ്ടം. ആ നാളും നാഴികയും ചുരുങ്ങാതിരുന്നാൽ ഭീകരതയുടെ നാളുകളെ കൃത്യം ഓർമ്മപ്പെടുത്തിയിട്ട് മാനസാന്തരത്തിൻ്റെ സന്ദേശം പറഞ്ഞ് താൻ ആരാണെന്ന് ബോധ്യപ്പെടുത്തി കിട്ടും. മനസ്സിലാക്കാത്ത ജനതയോട് വിളിച്ചു പറയുമ്പോൾ ഒരു വറ്റം പാവം മനുഷ്യരെ 10-12 പേര് അത്യുന്നതൻ്റെ മറവിൽ സർവശക്തൻ്റെ നിഴൽക്കീഴിൽ ശരണം പ്രാപിച്ചുകൊണ്ട് യേശുവിനോട് ഒട്ടി നിന്നോ, ചേർന്ന് നിന്നോ. അത്തരം സാധുക്കളുടെ കൂട്ടമാ ക്രിസ്തുവിൻ്റെ സഭ. ഹല്ലേലൂയ. ഒടുക്കം എന്തു പറ്റി? ദേവാലയം തകർന്നു. മാസങ്ങൾ കൊണ്ട് ഈ പുകപടലങ്ങളൊക്കെ ഒതുങ്ങി. ടൈറ്റസിനോട് ആരോ പറഞ്ഞു, കോടികൾ വിലമതിക്കുന്ന സ്വർണ്ണ നിക്ഷേപം ഇതിനകത്ത് തീ പിടിച്ച് കിനിഞ്ഞിറങ്ങിയിട്ടുണ്ട്, അത് തിരിച്ചു പിടിക്കണം. ഇരുമ്പ് കലപ്പകൾ കൊണ്ടുവന്ന് ആനകളെ കൊണ്ട് ഉഴുതുമറിച്ച് പടുകുറ്റൻ കല്ലുകൾ ഓരോന്ന് പിഴുതു മാറ്റുമ്പോൾ യേശു പറഞ്ഞ പ്രവചനത്തിൻ്റെ 2ാം ഭാഗം അർത്ഥശങ്കക്കിടയില്ലാതെ നിറവേറിയെങ്കിൽ ഇന്ന് രാത്രി തമ്പുരാൻ പറഞ്ഞതെന്തോ, അന്ധക്കരണത്തിൽ തമ്പുരാൻ സംസാരിച്ചതെന്തോ, സത്യസന്ധരായ ദൈവദാസന്മാരുടെ ദൈവമറിയിച്ച ആലോചന എന്തോ, നമ്മുടെ ഉള്ളത്തിന് പകർന്നു തന്ന വാഗ്ദത്തം എന്തോ,
അത് 100% കൃത്യതയോടെ നിറവേറുമെന്ന ഉറപ്പിൽ വേണം ഈ യോഗം വിട്ട് കടന്നു പോകാൻ. ഓൺലൈനിൽ നിന്ന് കാണുന്ന സഹോദരങ്ങളുണ്ട്, ഉറപ്പിച്ച് മാത്രമേ കടന്നു പോകാവൂ. എന്നോടുള്ള തമ്പുരാൻ്റെ വാഗ്ദത്തങ്ങളൊന്നും നടക്കാതിരിക്കില്ല. ആമേൻ. അന്ന് യഹൂദന്മാർ അവിടം വിട്ട് ചെതറി. പാലസ്തീനി എന്നറിയപ്പെടുന്ന 120 മൈൽ ചുറ്റളവ് വരുന്ന ഭൂപ്രദേശം വിട്ട് ജൂതൻ പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്തു. അവിടുന്ന് 50 കൊല്ലം, കൃത്യം പറഞ്ഞാൽ AD 120 എത്തുമ്പോഴേക്ക് 123 എത്തുമ്പോൾ രാജ്യം ഭരിച്ചൊരു ചക്രവർത്തിയുണ്ട്, ഹദ്രിയൻ്റെ ഒരു ഡിഗ്രി ഉണ്ട്, ഒരു വിളംബരം. ഇയാൾ വളരെ കൃത്യമായി ജൂതനെ അടയാളപ്പെടുത്തിയത് ജൂതനൊരു സാമൂഹ്യ വിപത്താണെന്നും നീ കൊള്ളരുതാത്തവനാണെന്നും തീവ്രവാദിയാണെന്നും ചാപ്പ കുത്തിയിട്ട് ഒരു ഉത്തരവിട്ടു. യെറുസലേമിലെന്നല്ല, പാലസ്തീനിയായുടെ 120 മൈലിനുള്ളിൽ എവിടെയും ഒരു ജൂതനെ കണ്ടുകൂടാ. പോകോളാൻ പറഞ്ഞു. വൈപ്പ് ഔട്ട് ചെയ്തു, തുടച്ചു മാറ്റി. 4 വഴിക്കായി ചെതറിപ്പോയി. അതും ഒരു പ്രവചനം. ഈ പുസ്തകത്തിലെ ദൈവവാഗ്ദത്തം വിട്ട്, ദൂത് വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറിയാൽ നിന്റെ ദൈവമായ യഹോവ ഭൂതലത്തിലെവിടെയും നിന്നെ ചിതറിക്കും, തെറിപ്പിച്ചു വിട്ടു. ആ കിടപ്പ് ഏകദേശം 1900 പരം വർഷങ്ങൾ ജൂതൻ കിടന്നു. പക്ഷെ ജൂതനല്ലേ, അവർക്ക് ജീവിതത്തോടൊരു അഭിനിവേശമുണ്ട്, ഒരു ആത്മാർത്ഥത, അധ്വാനശീലന്മാരാ. തലകൊണ്ടും കൈകൊണ്ടും ഒക്കെ അധ്വാനിക്കും. അവരുടെ മറ്റൊരു സവിശേഷത, അവർ കുടിപാർക്കുന്ന ഇടത്ത് കഴിവതും ഒരു സംഘമായി പാർക്കും, ഒറ്റയ്ക്ക് നിൽക്കില്ല. സംഘബലത്തിൽ അവർ വിശ്വസിച്ചു, സാഹോദര്യത്തിൽ വിശ്വസിച്ചു, പരസ്പര സഹായത്തിൽ അവർ വിശ്വസിച്ചു. അങ്ങനെ ജൂതന്മാർ വ്യാപാരം ചെയ്ത് സമ്പന്നരായി, അതിസമ്പന്നരായി എന്ന് പറഞ്ഞാൽ പോരാ, ഏറ്റവും വേഗത്തിൽ പണമുണ്ടാക്കാനുള്ള വിദ്യകൾ അവർ കണ്ടുപിടിച്ചു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഈ പണം മുന്തിയ പലിശയ്ക്ക് കൊടുക്കുന്ന ഏർപ്പാട്, ഇത്രയും വളഞ്ഞു പറയേണ്ട ഈ ബ്ലേഡ്, ഇതൊക്കെ തുടങ്ങിയത് തന്നെ ജൂതന്മാരാണ്. നമുക്കറിയാം, 2000 ആണ്ടിൽ സാമ്പത്തിക ഞെരുക്കമുണ്ടായപ്പോൾ പൊളിഞ്ഞു പോയ കമ്പനികളുണ്ട്. മെറിൽ ലിഞ്ച്, ലീമാൻ ബ്രദേഴ്സ്, ഇതൊക്കെ പൊളിഞ്ഞുപോയി. നിക്ഷേപകരുടെ പണമൊക്കെ പോയി. അന്നും പിടിച്ചു നിന്ന സ്ഥാപനങ്ങളുണ്ട്. നിങ്ങൾ HDFC പോലെയോ ICIC പോലെയോ ഉള്ള ബാങ്കുകളെ നോക്കണം, മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകളെയൊക്കെ നോക്കണം. ഇതിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒരു ജൂതൻ്റെ ഇടപെടൽ കാണാം. എന്തിനാ? ഇപ്പോൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോഴത്തെ കാലത്തൊക്കെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോയാൽ ക്രോസ് ചെക്ക് ചെയ്യുന്നൊരു കാലമാണ് അല്ലേ. അത് ചെയ്യുകയും വേണം, തെറ്റിപ്പോയാൽ തിരുത്തുകയും വേണം. നമുക്കറിയേണ്ട ഇന്ത്യ എന്തുകൊണ്ടാണ് ജൂതനെ ഇത്ര കണ്ട് അകമഴിഞ്ഞങ്ങ് സഹായിക്കുന്നത്? വെറുതെ ഒന്നുമല്ല, യുദ്ധായുധമൊന്നും അല്ലെന്ന്. കാരണം ഈ യുദ്ധം ചെയ്യാൻ ഒരു രാജ്യത്തിനും താല്പര്യമില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല. അടിക്കിറങ്ങണം. മുമ്പേ പറഞ്ഞില്ല, എയ്യടാ തന്നെ ഇവിടെ ഒരു വെട്ടൽ. പിന്നെ പറയാമായിരുന്നു, എൻ്റെ ചെറുപ്പത്തിൽ വല്ല വാരിക്കണമായിരുന്നു. ഇതൊക്കെ പറയാനേ പറ്റുള്ളൂ, കാരണം ക്യാഷ് പോക്കാ. മനസ്സിലായില്ലേ? യുദ്ധത്തിലിറങ്ങിയാൽ രാജ്യം ദരിദ്രാവസ്ഥയിലെത്തും. നമ്മൾ ഉദ്ദേശിക്കുന്ന എളുപ്പമല്ലൊരു യുദ്ധം. ഇസ്രയേലിനും ഇറാനും ഇറാഖിനും ഇന്ത്യക്കും പാകിസ്ഥാനും ഒന്നും യുദ്ധം ചെയ്യണമെന്ന് താല്പര്യമില്ല. പിന്നെ ഈ മിലിഷ്യ ഗ്രൂപ്പുകൾ ഇത്ര ഇടപെടൽ നടത്തി കഴിയുമ്പോൾ ഗത്യന്തരമില്ലാതെ ഇറങ്ങി വരുന്ന. ഇപ്പം ഇന്ത്യക്ക് യുദ്ധം ചെയ്യാൻ ആഗ്രഹമില്ല. ഇന്ത്യ വല്ല ഹോബിലായൊരു യുദ്ധം ചെയ്താൽ പാകിസ്ഥാൻ ബാക്കിയാണോ? ഇല്ല. എന്തിന്? ചൈനയോട് പിടിച്ചിരിക്കാനുള്ള ശേഷി ഇന്ത്യക്കുണ്ട്. അത് ചൈന കാണിച്ചു കൊടുത്തു. ഇന്ത്യ ഈ യുദ്ധം ചൈനയ്ക്ക് വേണ്ടി കാട്ടിക്കൊടുത്തു, നമ്മൾ ആരാണെന്നൊക്കെ കാണിച്ചു കൊടുത്തു. പക്ഷേ ഇസ്രയേലിനെ സഹായിച്ച ആയുധം മാത്രമല്ല, വേറെ ചില കാര്യമുണ്ട്. നമ്മുടെ അദാനി സാറിൻ്റെ ഒരു പോർട്ട് ഇസ്രയേലിലെ അലിഫ് തുറമുഖത്തുണ്ട്. ആലേഫെന്നോ അലിഫെന്നോ ആൽഫ എന്നോ പറയാം.
അറബിയിലാണ് ആലിഫ് എന്ന് പറയണം, അത് ഹിബ്രുവിലാണ് ആലേബ് എന്ന് പറയണം. ഒരു പോർട്ട്. അപ്പം മെഡിറ്ററേനിയനിലേക്ക് കടക്കുന്ന പ്രധാനപ്പെട്ട പോർട്ട് നമ്മുടെ കൊച്ചിയിലേതെന്ന് പറഞ്ഞ പോലെ എടുത്തു. ഈ ട്രേഡ് റൂട്ട് ശക്തിപ്പെടുമ്പോൾ അദാനി അതെടുത്തുകൊണ്ട് നമുക്ക് വിരോധമൊന്നുമില്ല. വിരോധിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അദാനി എടുത്തതിൽ? ഒരു കുഴപ്പമില്ല. ഇവരെ പ്രൈവറ്റൈസ് ചെയ്യുമ്പോഴാണ് തൊഴിലവസരങ്ങൾ കൂടും, അതുപോലെ തന്നെ ഉത്തരവാദിത്വം കൂടും. അങ്ങനെയൊന്നും നഷ്ടത്തിൽ പോവില്ല. പ്രൈവറ്റൈസ് ചെയ്തേ പറ്റൂ. അദാനിക്ക് ഇത്തരമൊരു വഴി തുറക്കുമ്പോൾ ഒരു കാര്യം കൂടി, നമ്മൾ വൻതോതിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാം. അസംസ്കൃത എണ്ണ വാങ്ങി ഇന്ത്യയിൽ കൊണ്ടുവന്ന് സംസ്കരിച്ച് ഓയിലുണ്ടാക്കി ഈ യൂറോപ്പിലേക്ക് വിൽക്കുക. അദാനി അംബാനിയാണ് ഇതും ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇന്ത്യയിൽ അതിനുള്ള സാധ്യത എന്താണെന്ന് അറിയണ്ടേ? ലേബർ ഫീസൊക്കെ കുറവാണ്, ഇതിൻ്റെ എക്സ്പെൻസ് കുറവാണ്. ഇപ്പോൾ ഇവിടെ അസംസ്കൃത എണ്ണ കൊണ്ടുവന്ന് സംസ്കരിച്ച് ശുദ്ധിയാക്കി ഇതുവഴി അങ്ങോട്ട് കടത്തുക. ഈ ചാനൽ കറക്റ്റാവും. ഈ കടലിൻ്റെ ആധിപത്യം നമ്മളിൽ കിട്ടും. കടലിൻ്റെ ആധിപത്യത്തെപ്പറ്റി ഇന്ത്യക്കാർക്ക് നല്ല ബോധ്യമായിരുന്നു. പണ്ട് മരിച്ചുപോയ കുഞ്ഞാലി മരക്കാർ എന്നൊരു കഥാപാത്രത്തെ കേട്ടിട്ടുണ്ട് പഴശ്ശേരി മറ്റേ പോർച്ചുഗീസുകാർ വരുമ്പോൾ. കുഞ്ഞാലി മരക്കാർ ആരാന്നറിയണ്ടേ? വലിയൊരു നാവികനായിരുന്നു. അയാൾക്ക് ലങ്ക മുതൽ മുംബൈ വരെയുള്ള കടൽ, അതിലെ തിരമാലകൾ ചലിച്ചാൽ കൃത്യം അറിയാമെന്ന് പറഞ്ഞ അത്തരത്തിൽ കടലിൻ്റെ ഗതി അറിയാവുന്ന ആളായിരുന്നു. ഇതുപോലെ അദാനിമാർക്ക് അംബാനിമാർക്കും ഈ റൂട്ട് കറക്റ്റാകുമ്പോൾ ഒരു ഇന്ത്യക്കും ഗുണമുണ്ട്. ഇത്തരം ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഈ അദാനിക്ക് ഫ്രീ ആയിട്ടാണോ ഈ ഇസ്രയേൽ ഇവിടം കൊടുത്തേക്കുന്നത്? അല്ല, അവൻ അതിലും വലിയ ലക്ഷ്യമുണ്ട്. ഇന്ത്യയെ പിണക്കാതിരുന്നുള്ള ഗുണം. ഇപ്പോൾ ലോകത്ത് വിവരമുള്ളൊരു രാജ്യവും ഇന്ത്യയെ പിണക്കിക്കൂടാ. എന്താ പിണക്കാൻ പാടില്ലെന്ന് പറയുന്നത്? ഇന്ത്യ അടിക്കുമെന്ന് ഓർത്താണ്? അല്ല, ഇതല്ലൊരു മാർക്കറ്റാണ്. അമേരിക്കയിൽ 10 കമ്പ്യൂട്ടർ വിൽക്കുന്ന സ്ഥാനത്തെ ഇന്ത്യയിൽ 1000 എണ്ണം വിൽക്കാം. ഇതാ മാർക്കറ്റ്. ആളിന് ആവശ്യമുണ്ടെന്ന് ഈ സാധനം. മൊബൈൽ എങ്ങനെയാന്ന്. അപ്പോൾ ഉപഭോക്താക്കൾ കൂടുതലുള്ള ഈ നാടിനെ പിണക്കാൻ പാടില്ല സമ്പന്ന രാജ്യങ്ങൾ. അത് ഇസ്രയേലിന് കറക്റ്റ് അറിയാം, തിരിച്ച് ഇന്ത്യക്കും അറിയാം അവരെ കൊണ്ടുള്ള ഗുണം, എൻ്റെ വ്യാവസായികമായ ഗുണം. എന്തിനിത്രയും പറഞ്ഞു? അന്നേ ചിതറിപ്പോയ ജൂതൻ ഓരോ സ്ഥലങ്ങളിൽ ചെന്ന് പണമുണ്ടാക്കി സമ്പന്നനായി. അതും മിക്കപ്പോഴും കൊള്ളപ്പലിശ. അതുകൊണ്ട് ഒരു കാലത്ത് ഈ ജൂതൻ എന്ന് പറഞ്ഞാലേ കൊള്ളപ്പലിശക്കാരൻ എന്നൊരു ധാരണ വന്നു. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മർച്ചൻ്റ് ഓഫ് വെനീസ്, വെനീസിലെ വ്യാപാരി. അതിൽ ഷൈലോക്ക് എന്ന് പറയുന്ന ഒരു കൊള്ളപ്പലിശക്കാരനുണ്ട്. ആൾ ജൂതനാണ്. അന്നിറങ്ങുന്ന കഥകളിലല്ല ജൂതനെ ഇങ്ങനെ കൊള്ളപ്പലിശയുടെ പ്രതീകമായിട്ട് രേഖപ്പെടുത്തുമായിരുന്നു. സമ്പത്ത് ആർജിച്ചു. പക്ഷെ പ്രശ്നം, ഇത്രയൊക്കെ സമ്പത്തുണ്ടെങ്കിലും, സമ്പത്തുള്ളവനോടൊരു ബഹുമാനവും ആദരവും ഒക്കെ ഉണ്ടെങ്കിലും ചില രാജ്യങ്ങൾ ഇത്തരം ആളുകളെ മോശമായി ട്രീറ്റ് ചെയ്തു. അതൊരു വിവരക്കേടാണ്. നമ്മുടെ നാട്ടിലൊക്കെ ആ മാറ്റം വരുന്നതേ ഉള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഈ ഇരവിപ്പേരൊരു സിറ്റിയിൽ ഒരു സഹോദരി ഒരു കടയെന്ന് പറഞ്ഞു. അവർ കാറിൽ രാവിലെ വന്നിറങ്ങുന്നു, സാധനങ്ങളെല്ലാം കൊണ്ടിറക്കുന്നു. നാട്ടുകാരൻ കാണുന്ന ഇവരെന്തോ ഗുരുതര തെറ്റ് ചെയ്യുന്നൊരു സ്ത്രീയായിട്ടാണ്. എന്നിട്ട് ജനൽ വഴി അവർ പോകുമ്പോൾ പറയാം, രാവിലെ പോയിട്ടുണ്ട് കേട്ടോ. എന്തോ ഒരു അത്യാവശ്യം, മലയാളിയുടെ ഒരു തലതിരിഞ്ഞ ബോധം. രാവിലെ പോയി അവർ മക്കളെ വളർത്താൻ പോയതാ, കൊച്ചിൻ്റെ ഫീസ് അടയ്ക്കണം അവർക്ക്. അവർ ജോലിക്ക് പോയതാ. മലയാളിക്ക് അത് മാറി വരുന്നുണ്ട്. പലയിടത്തുമൊക്കെ പോയി ഈ കാഴ്ചകളൊക്കെ കണ്ട് അത് മാറി വരിക. ഒരുത്തനൊരു നല്ല കാറിലേ പോവാ, അമേരിക്കൻ പണമാ ഇട്ട് തകർക്കുക. നമുക്കിഷ്ടം ആരെയാണെന്നറിയോ? ഈ കാശെല്ലാം ഒതുക്കി വെച്ചിട്ട് കൊച്ചുമുണ്ട് കൊടുത്ത് ഇതിലേ വരുന്ന ആളെ കണ്ട് പറയും, സാറ് വളരെ സിമ്പിളാണ്, അച്ഛൻ പണ്ടേ സിമ്പിളാണ്. ഇയാളെ കൊണ്ട് ആർക്ക് എന്തോ നേട്ടമുണ്ട്. മനസ്സിലായില്ല? പിടിയിട്ടില്ല. മറ്റവൻ കാശ് ചിലവാക്കി, അവൻ പല കാര്യങ്ങൾ ചെയ്തപ്പോൾ അവൻ നിമിത്തം എത്ര ചാക്ക് സിമെൻറ്റ് വിറ്റെന്ന്, എത്ര പിള്ളേർക്ക് പണിയായെന്ന് ഒരു വണ്ടി കൂടെ അവൻ എടുത്തപ്പോൾ. ഈ ബോധം നമുക്കൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ശരിയാണോ? ഈ കാശെല്ലാം എങ്ങാണ്ട് കൊണ്ടിട്ടേച്ച് ഇത് ആർക്ക് കൊടുത്തു എന്നറിയാത്ത ഓർമ്മശക്തി പോലും ഇല്ലാതെ മരിച്ച അപ്പച്ചനോടാ നമുക്കിപ്പോഴും ബഹുമാനം. സിമ്പിളായിരുന്നു.
ഓട്ടം മേടിച്ചവനോട്, വീട് വെച്ചവനോട്, വണ്ടി മേടിച്ചവനോട് നമുക്ക് ഏതാണ്ടൊരു അവജ്ഞ. അവൻ ഈ വണ്ടിയൊക്കെ മേടിച്ചുകൊണ്ട് ആ നികുതിപ്പണം കറങ്ങിത്തിരിഞ്ഞ് ഈ റോഡുമൊക്കെ ഇപ്പോഴും നമുക്ക് റോഡെന്നൊക്കെ ഒരു ബോധമായി തുടങ്ങി. പണ്ട് ഹൈവേ എന്നൊക്കെ പറഞ്ഞാൽ കുമ്മായം കലക്കി ഒരു വര ഉള്ള റോഡിൻ്റെ നടുക്ക് കൂടെ. ഇതിനാ നമ്മൾ ഹൈവേ എന്ന് പറഞ്ഞിരുന്നത്. ഹൈവേ ഒക്കെ കണ്ടപ്പോൾ ആളുകൾക്ക് മനസ്സിലായി ഈ മന്ത്രിമാരൊക്കെ വിദേശത്ത് പോട്ടെ, അതിന് പ്രാർത്ഥിക്കണം. നിങ്ങളൊരു മന്ത്രി 50 തവണ പോയി അവന് പോയിട്ട് വരട്ടെ, ഇതൊക്കെ കണ്ടേച്ച് വരട്ടെ, ഹൈവേ എന്താ ഈ സംഭവങ്ങളാണ് അല്ലേ, അതൊക്കെ കണ്ടിട്ട് വരട്ടെ, ഇതാ കാര്യം. അപ്പം ജൂതൻ ഇങ്ങനെ പോയപ്പോൾ ജൂതനോടൊരു വെറുപ്പ്. നീ ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഞങ്ങളോട് പണം പലിശയ്ക്ക് മേടിച്ചിട്ട് വലിയ പുള്ളി അല്ലേ. ഈ ഒരു പ്രാദേശിക വികാരം വർദ്ധിച്ച് ഇവനോട് വെറുപ്പ് കൂടി. ഈ വെറുപ്പ് ക്രമേണ വർദ്ധിച്ച് ഹിറ്റ്ലർ ജർമ്മനിയിൽ, മുസോളിനി ഇറ്റലിയിൽ, ചക്രവർത്തിമാർ റഷ്യയിൽ, മിക്കവാറും ലോകത്തിലെ രാജ്യങ്ങൾ ജൂതനെ പീഡിപ്പിച്ചു. പീഡ അതിൻ്റെ കാഠിന്യത്തിലേക്ക് എത്തിയത് ഘട്ടം ഘട്ടമായിട്ടാണ്. ആദ്യമൊക്കെ മാനസിക പീഡ, അങ്ങനെയാ ഒടുക്കം. അതിൽ ചില കാര്യങ്ങൾ ഞാനൊന്ന് പറയാം. സ്കൂളിൽ പഠിക്കുന്നൊരു ജൂതക്കുട്ടി പഠിച്ചെടുത്ത് മാർക്ക് കൂടുതൽ വാങ്ങിയാലും കലാലയങ്ങളിൽ, ജർമ്മൻ കലാലയങ്ങളിൽ പറയാൻ തുടങ്ങി, നീ നേരായ വഴിക്ക് നേടിയ വിജയം അല്ലിത്, നിന്റെ ജനുസയെ കള്ളം പറയുന്ന കാരണം നീ ജൂതനാ, നീ യേശുവിനെ ക്രൂശിച്ച പാർട്ടിയാ, നിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല. അതുകൊണ്ട് ഈ കുട്ടിയെ അവഹേളിക്കും. ഈ ജൂതൻ്റെ ബുദ്ധി എന്താണെന്നൊന്നും തിരിച്ചറിയാനുള്ള ബുദ്ധി ഇവന് കിട്ടിയില്ല. അവൻ എങ്ങനെ ധനികനായാലും പറയും നീ കൊള്ളപ്പലിശ മേടിച്ചതാ. ആക്ഷേപം ഒരു വശത്ത്, ജൂതനെ കണ്ടു കഴിഞ്ഞാൽ വെറുപ്പൊരു വശത്ത്. കടകമ്പോളങ്ങളിൽ ചെന്നാൽ ജൂതന് നാട്ടുകാരുടെ പ്രയോറിറ്റി ഇല്ല. ഒരു വാഹനത്തിൽ യാത്ര ചെയ്താൽ തദ്ദേശീയരായ അവസാനത്തെ ആളും ഇരുന്നുവെന്ന് ഉറപ്പുവരുത്തിയാലേ ജൂതന് ആ വണ്ടിയിൽ യാത്ര ചെയ്യാൻ പറ്റൂ. അത് ഇരട്ടി പൈസ കൊടുക്കണം. ചോദിച്ചാൽ പറയും ബിക്കോസ് യു ആർ എ ജൂ. ഇതേ പണി നമ്മുടെ നാട്ടിൽ ഈ ഭായിമാരോട് ചെയ്യുന്നവരുണ്ടല്ലേ, അവന് വേറൊരു വില, നമ്മൾ ഒക്കെ പരാതിപ്പെടണം. അങ്ങനെയൊന്നും പാടില്ല. അവരൊക്കെ ഇവിടെ ഇട്ടിട്ട് പോയാൽ നമ്മുടെ കാര്യവും ഗതികേടാണ് അല്ലേ. വന്നവരോട് കാണിക്കേണ്ട ഒരു ആദരവുണ്ട്. അവൻ്റെ അവകാശം, ആദരവ് പോട്ടെ, അവൻ്റെ അവകാശമുണ്ട്. അത് നമുക്കുള്ള വില അവനോട് മേടിക്കാവുള്ളൂ. അവനും പണിയെടുത്തിട്ടാണ് ഉണ്ടാവുന്നത്. എന്താ അവനോട് കൂടുതൽ വാങ്ങണമെന്ന ബോധം, അത് തെറ്റാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രവണതകൾ വർദ്ധിച്ച് അടുത്ത ഘട്ടം കഴിഞ്ഞു. അടുത്ത ഘട്ടമാകുമ്പോഴേക്കും ജൂതന്മാർ ശാരീരിക പീഡയ്ക്ക് വിധേയരായി. ഹിറ്റ്ലർ അതിക്രൂരമായി പീഡിപ്പിച്ചു. ഹിറ്റ്ലർ കൊന്നത്, ആ രീതികൾക്ക് മുമ്പേ ജൂതന് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായി. ഹിറ്റ്ലർ കൊന്ന രീതികളൊന്നും ഒരു പൊതുജന സമക്ഷം പ്രസംഗിച്ചുകൂടാ, അത്ര ഭീകരാവസ്ഥയിൽ. എങ്കിലും സമയപരിധി കൊണ്ട് 1-2 കാര്യങ്ങൾ മാത്രം ഞാനൊന്ന് പറഞ്ഞുവിടാം. ജൂതന്മാരെ തിരഞ്ഞു പിടിച്ച് ഉന്മൂലനം ചെയ്യാൻ ഈ ഹിറ്റ്ലർ കണ്ടുപിടിച്ച ചില വഴികളുണ്ടായിരുന്നു. ഒരു തീവണ്ടിയുടെ കമ്പാർട്ട്മെൻറ്റിനുള്ളിൽ, ഇന്ത്യയിൽ പണ്ട് വാഗൺ ട്രാജഡി അതിൻ്റെ തന്നെ മറ്റൊരാവർത്തനം, ഇത്തരം കമ്പാർട്ട്മെൻറ്റിലേക്ക് 100 കണക്കിന് ജൂതന്മാരെ കുത്തി തിരികെ കയറ്റുക. ഈ തീവണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന തീവണ്ടി ഡീസൽ എഞ്ചിനാ. ആ ഡീസൽ എഞ്ചിൻ നിന്ന് പുറത്തേക്ക് ബഹിർഗമിക്കുന്ന കാർബൺ മോണോക്സൈഡ് വാതകമുണ്ടല്ലോ, ഇത് യു ആകൃതിയിലുള്ളൊരു പൈപ്പിലൂടെ തിരിച്ച് ഇതിനകത്ത് കയറ്റുക. ഇത് ശ്വസിച്ചു മരിക്കണം. ഇങ്ങനത്തെ പീഡ. നീ മറ്റൊന്ന്, ഇത്തരം വലിയ ബിൽഡിങ്ങിൽ തിയേറ്ററുകളാണ്. 1000 പേരെ ഇരിക്കാവുന്ന ഇടത്തേക്ക് 10, 3000, 4000, 5000 പേരെയൊക്കെ തിക്കിഞ്ഞെരുക്കിയിരുത്തും. എന്നിട്ട് ഇതിനുള്ളിലേക്ക് പമ്പ് ചെയ്യുന്ന ഒരുതരം പുക. ആ പുക ശ്വസിക്കുന്ന മാത്രയിൽ ആന്തരിക അവയവങ്ങൾ ദ്രവിച്ച് മനുഷ്യൻ്റെ ഞരമ്പുകളൊക്കെ ത്രസിച്ച് കണ്ണൊക്കെ പഴുത്ത് 2-3 മിനിറ്റിനുള്ളിൽ ദാരുണ മരണം. രാസായുധങ്ങളുടെയൊക്കെ ചെറിയ പതിപ്പ്. ഈ മനുഷ്യൻ്റെ ശരീരം കത്തിച്ച് ചാമ്പലാക്കാൻ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സഞ്ചാരം എന്നറിയപ്പെടുന്ന ആ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടാൽ മതി. ഇതിനെ കത്തിച്ച് കളയാൻ ദൂരെ ക്യാമ്പ്,
ഡെത്ത് ക്യാമ്പ് എന്നതിന് പറയുക. അവിടേക്ക് തീവണ്ടിയിൽ കൊണ്ടില്ലുന്ന ഇത്തരം ശവശരീരങ്ങൾ അത് പെറുക്കിയെടുക്കാനും ജൂതനെ നിർത്തിയിരിക്കുക. ഈ ശവശരീരങ്ങൾ പെറുക്കി പുറത്തിട്ടിട്ടേ ഇവരെ വസ്ത്രമഴിച്ചു മാറ്റും, വാച്ചഴിച്ചു മാറ്റും, മാലയഴിച്ചു മാറ്റും, മോതിരമഴിച്ചു മാറ്റും. അത് സോർട്ട് ചെയ്യാൻ ആളുകളെ വെച്ചിരിക്കുക. 24 അവേഴ്സും ഈ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെ സോർട്ട് ചെയ്ത് വൃത്തിയാക്കി വീണ്ടും വിപണിയിൽ കൊണ്ട് വിൽക്കുക. ഈ ശവശരീരങ്ങൾ കത്തിച്ച് ചാമ്പലാക്കി ഈ കൊഴുപ്പുകൾ ശേഖരിച്ച് സോപ്പുണ്ടാക്കി പൊതുവിപണിയിൽ കൊണ്ട് വിറ്റു. ഗർഭവതികളായ സ്ത്രീകളുടെ ഉദരം പിളർന്ന് ഗർഭസ്ഥ ശിശുവിനെ പുറത്തെടുത്ത് കോസ്മെറ്റിക് ഐറ്റംസ്, സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഷാമ്പുവും ഉണ്ടാക്കി യൂറോപ്പിൻ്റെ വിപണിയിൽ വിറ്റു. 1-2 പേരല്ല ഹിറ്റ്ലർ കൊന്നത്. ജീവകാലത്ത് ഹിറ്റ്ലർ കൊന്നത് കണക്ക് 1,10,00,000. 1,10,00,000 മനുഷ്യരിൽ 60 ലക്ഷം യഹൂദന്മാർ. കിരാതമായ കൊല. പോയിടത്തൊക്കെ ജൂതൻ ഇങ്ങനെ കൊല്ലപ്പെട്ടു. ഇതൊക്കെയാണെങ്കിലും ജൂതനെ കൊല്ലാത്ത മാന്യമായി ഇടപെട്ട രാജ്യങ്ങളുമുണ്ട്. അമേരിക്ക, അങ്ങനെ കുറേ രാജ്യങ്ങളുണ്ടല്ലേ. വേറെ ഏതെങ്കിലും രാജ്യത്തിൻ്റെ പേരറിയോ മാന്യമായിട്ട് ഇടപെട്ടെ? ഏതാ? ഇന്ത്യയെന്നൊന്നും വേണ്ട, കേരളം എന്നങ്ങ് പറഞ്ഞാൽ മതി. അന്ന് കേരളം പോലും ഇല്ല, ആതിരികണ്ടങ്ങ് പറഞ്ഞാൽ മതി. മനസ്സിലായോ? എന്നാൽ ഇന്ത്യ വിലയിരുവല്ലോ. എന്നാ ഈ ഇന്ത്യയൊക്കെ ഉണ്ടായത്? ഇന്ത്യ ഉണ്ടായ കഥയൊക്കെ നമ്മൾ പ്രസംഗിച്ച് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് യൂട്യൂബിൽ കിടപ്പുണ്ട്, കണ്ടാൽ മതി. പറഞ്ഞു കേൾക്കുന്ന പകുതിയും കെട്ടുകഥയാ. സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ പറഞ്ഞ് 1885 ശേഷം ഉണ്ട് കേട്ടോ. എ.ഒ. ഹ്യൂം, അല്ലൻ ഒക്ടോബൻ ഹ്യൂം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത ശേഷം സ്വാതന്ത്ര്യത്തിന് വേണ്ടി മൂവ് ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പൊന്നും സ്വാതന്ത്ര്യ സമരം അല്ല. അത് കിടക്കട്ടെ, നമ്മുടെ വിഷയമല്ലല്ലോ. നമ്മൾ സൂക്ഷിച്ചവരെ, നമ്മളെ നാടവരെ പരിരക്ഷിച്ചു. ഇവിടെ കഴിഞ്ഞോളാൻ പറഞ്ഞു. ജൂതത്തെരിവ് ഇപ്പോഴും ഉണ്ട് അല്ലേ? സ്വീകരിച്ചു. കാരണം നമ്മുടെ നാട്ടിലേക്ക് ഇവരൊക്കെ വന്നു. സത്യത്തിൽ അമേരിക്ക പോലും കണ്ടുപിടിക്കുന്നതിന് കേരളം ഒരു കാരണമായിട്ടുണ്ടോ എന്നുള്ള പലർക്കും അറിയില്ല. ഇവിടെ വന്ന സഞ്ചാരികൾ പലരും ഇന്ത്യയെക്കുറിച്ച്, അന്നത്തെ ഇന്ത്യയെക്കുറിച്ച് എഴുതി. ഇന്നത്തെ ഇന്ത്യ അല്ല. ഇത് കേട്ട് 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 ഇന്ത്യയിലേക്ക് പോകാമെന്ന് കരുതി വന്നാണ് ഈ കൊളംബസും ഒക്കെ. ചെന്ന് വിട്ടത് അമേരിക്ക ആയിപ്പോയി. അവിടുത്തുകാരെ കണ്ടിട്ട് ഇന്ത്യക്കാരാണെന്നോർത്തൊരു പേരിട്ടു, റെഡ് ഇന്ത്യൻസ്. ഞാനൊരു വീഡിയോയിൽ പറയുന്നുണ്ട്, നമ്മുടെ വിഷയത്തല്ലാത്തതുകൊണ്ട് വിട്ടേക്കാം. പ്രിയരെ പറയട്ടെ, നമ്മുടെ നാടിന് അത്തരം ഒരു നല്ല പൈതൃകവും പാരമ്പര്യമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? അവിടേക്ക് ജൂതന്മാരെ നമ്മൾ സ്വീകരിച്ചു, പള്ളിയൊക്കെ ഉണ്ടാക്കി. അവരിവിടെ മാന്യരായിട്ട് നിന്ന് ആക്കി എല്ലായിടത്തും പീഡിപ്പിക്കപ്പെട്ടു. അങ്ങനെ ബ്രിട്ടൻ്റെ കയ്യിൽ ലോകമിരിക്കുമ്പോൾ ഈ പീഡ നിമിത്തം ബ്രിട്ടനോട് ഒരാവശ്യം ഉന്നയിക്കുക ജൂതന്മാർ. ഫസ്റ്റ് വേൾഡ് വാറിൽ ഞങ്ങൾ ഒപ്പം നിന്നു, ഒപ്പം നിൽക്കുകയും ചെയ്തു. വേൾഡ് വാർ ജയിച്ചതിൻ്റെ പാരിതോഷികമായി അവരന്ന് ആവശ്യപ്പെട്ടതാണ് ഈ രാജ്യം പാലസ്തീൻ തിരിച്ചു തരണം. ബ്രിട്ടൻ കൊടുക്കാനും റെഡിയായി. പക്ഷെ തക്കസമായപ്പോൾ ബ്രിട്ടൻ്റെ സഖ്യകക്ഷികൾ കണ്ണുരുട്ടി. റഷ്യയ്ക്ക് അന്ന് ബ്രിട്ടൻ്റെ കൂടെ പാടില്ല. 16 അറബി രാജ്യങ്ങൾ എതിർത്തു. പാടില്ല, ഈ രാജ്യം കൊടുക്കരുത്. കാരണം ഇവിടെ ഒരു വട്ടം മനുഷ്യരുണ്ടെന്ന്, പാലസ്തീനികൾ. ഈ പാലസ്തീനികളാകുന്ന അറബികളുണ്ട്. അവരെ തള്ളി മാറ്റിക്കൊണ്ടൊരു രാജ്യം കൊടുത്തുകൂടാ. ഒടുക്കം സമ്മർദ്ദങ്ങൾക്കൊടുവിൽ ഒരു ചെറിയ ഫോർമുല മുമ്പോട്ട് വച്ചു, ഒരു മാൻഡേറ്റ്. അതനുസരിച്ച് സാർ ആർതർ, ഏത് പേരായ ബ്രിട്ടീഷ് ഭരണാധികാരി കൊടുത്ത ആ മാൻഡേറ്റ് അനുസരിച്ച് ആർതർ ബാൽഫറുടെ വിളംബരം അനുസരിച്ച് ഏതൊരു ജൂതനും പാലസ്തീനിൽ വരാം, ഭൂമി അവിടുത്തുകാർ വിലക്ക് തരുമെങ്കിൽ വാങ്ങാം, അവിടെ താമസിക്കാം, രാജ്യം തരികയില്ല. അത്രയെങ്കിൽ അത്രയും. അങ്ങനെ ചിതറിപ്പോയ ജൂതന്മാർ മടങ്ങി ഈ സ്ഥലത്തേക്ക് വരാൻ തീരുമാനിച്ചു. അവർ വന്നു. 1-ാം ലോകമഹായുദ്ധം കഴിയും. ഇങ്ങനെ തിരിച്ചു വന്ന ജൂതന്മാർ ഇവിടെ വരുമ്പോൾ പാലസ്തീനികൾക്ക്
ഭാഷയില്ല, അറിവില്ല, വിവേകമില്ല. ഇന്നിപ്പോൾ ഈ ചർച്ചയ്ക്കിരിക്കുന്ന മീഡിയ വണ്ടിലെ ആളുകൾക്ക് ഇതെല്ലാം മനസ്സിലാവുമെന്ന് അറിയില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അറബി പോലും അവിടുത്തുകാർക്ക് ശരിക്കറിയില്ല, നല്ല അറബി അറിയില്ല. നിങ്ങൾക്കറിയേണ്ട, ലോകത്തെ 1000-ലധികം വർഷം അടുപ്പിച്ച് ഭരിച്ചത് മുസ്ലിങ്ങളാണ്. വിട്ടം പോലും ആരും അങ്ങനെ അത്രയും നാൾ നീണ്ടെന്ന് ഭരിച്ചില്ല. പക്ഷെ അറബി ലോകഭാഷയാക്കാൻ അവർക്ക് പറ്റിയില്ല. ലോകഭാഷയാക്കാൻ പറ്റിയില്ല, ഇതാ പറ്റിയേ. പക്ഷെ ചുരുങ്ങിയ നാളാ ബ്രിട്ടൻ ലോകത്തെ ഭരിച്ചത്. ഇംഗ്ലീഷ് ലോകഭാഷയാക്കിയിട്ടാ അവൻ കട്ടം താത്തത്. ഹല്ലേലൂയ. അതിനൊക്കെ കാരണമുണ്ട് ഒത്തിരി. അപ്പോൾ ഞാൻ പറഞ്ഞത് നീട്ടുന്നില്ല. തിരിച്ചു വരാൻ അവസരം കിട്ടി. ഈ ഭൂമി ഒന്നിനും കൊള്ളൂല, മരുഭൂമി. ഒട്ടകപ്പാൽ കുടിച്ച് ഈന്തപ്പഴം കഴിച്ച്, അത് തന്നെ ജെരികോവിലേ ഉള്ളൂ. പ്രാകൃതാവസ്ഥയിൽ കഴിഞ്ഞ ഈ അറബികളോട് ചോദിച്ചു, സ്ഥലം വിൽക്കുന്നോ? ഇവൻ പ്രതീക്ഷിച്ചതെന്തോ അതിൻ്റെ 10 മടങ്ങ് പണം കൊടുത്ത് ഈ സ്ഥലം കൈക്കലാക്കി. അല്ല, വെറുതെ വാങ്ങിയല്ല, അണവിൻ്റെ ഈ പണമുണ്ട്. കൂടെ ആരെങ്കിലും വന്നാൽ അവർക്ക് പണം കടം കൊടുത്ത്, പലിശരഹിത വായ്പ കൊടുത്തും സൗജന്യം കൊടുത്തും ആളുകളെ കയറ്റി 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 ജൂതൻ്റെ എണ്ണം വർദ്ധിച്ചു. അങ്ങനെ ഈ പാലസ്തീനികളെ തള്ളി മാറ്റി ആകെ പ്രശ്നമായപ്പോൾ വീണ്ടും ബ്രിട്ടൻ ഇടപെട്ടു. ബ്രിട്ടൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, യോർദാൻ നദിയുടെ പശ്ചിമ തീരം മുഴുവൻ ഇനി പാലസ്തീൻ, അതിൻ്റെ ഇങ്ങേ തീരം മുഴുവൻ ശരിക്കും ഇസ്രയേൽ. ജൂതൻ അവിടെ കഴിയട്ടെ, നിങ്ങൾ ഇവിടെ കഴിയണം. കുഴപ്പമില്ലല്ലോ. പഴയ യെരുശലേം ഉണ്ടല്ലോ, വെസ്റ്റ് ബാങ്കൊക്കെ ഉൾപ്പെടുന്ന ഭൂപ്രദേശമടക്കം പാലസ്തീനിക്ക് കൊടുത്തെന്ന് ഈ സാധുക്കൾ പറ്റിക്കപ്പെട്ടു. കാരണം ഇവരുടെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന യാസർ അറാഫാത്തിനെ പോലൊക്കെയുള്ള ആളുകളുണ്ടെന്നും അവർ പറഞ്ഞു, അത് മേടിക്കണ്ട, നിങ്ങൾക്കിത് മൊത്തം കിട്ടണം, മൊത്തം നിങ്ങളുടെയാണ്. അങ്ങനെ നിങ്ങൾ കീഴടങ്ങണ്ട. പമ്പ് ചെയ്ത് അവരും പണം കൊടുക്കാൻ തുടങ്ങി മറ്റ് അറബി രാജ്യങ്ങളിൽ നിന്ന്. നിങ്ങൾ പോകണ്ട. ഇത്തരം ഗ്രൂപ്പുകളെ വളർത്തി, ഹമാസ് പോലെയൊക്കെയുള്ള ഗ്രൂപ്പുകളെ ശക്തിപ്പെടുത്തി. എന്നിട്ട് കേൾക്കണോ, ഞങ്ങൾക്ക് യോർദാൻ ഇക്കര വേണ്ട, കിട്ടുകയാണ് ഇത് മൊത്തം വേണം, കിട്ടുകയാണെന്ന് ഞങ്ങൾ പിടിക്കും. സംഭവിച്ചതേ, യോർദാൻ ഇന്നറിയപ്പെടുന്ന രാജ്യം ആരുടെ അല്ലാതെ കടന്നു. ബ്രിട്ടനാണ് ഈ ലോകാധിപത്യം അവസാനിപ്പിച്ച് അവിടുന്ന് പോവുകയും വേണം. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഫ്രീ ആക്കുക. അപ്പോൾ ആർക്കും വേണ്ടാതെ കിടന്ന ഈ രാജ്യം ബ്രിട്ടൻ ചോദിക്കാതെ, ആവശ്യപ്പെടാതെ ഈ രാജ്യം ഉണ്ടാക്കി കൊടുത്തതാണെന്ന് വേണമെങ്കിൽ പറയാം. മക്കപ്പള്ളിയിൽ ബാങ്ക് വിളിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബത്തെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ ഇത് എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ അവിടെ ഒരു രാജാവും ഒക്കെ ആയി. യോർദാൻ എന്നൊരു രാജ്യം, ഹാഷിമൈറ്റ് കിങ്ഡം ഓഫ് അമാൻ. ഇതിനകത്തൊക്കെ ഒത്തിരി പഠിക്കാനുണ്ട്. അമാൻ എന്ന് പറഞ്ഞാൽ ദ ലാൻഡ് ഓഫ് അമോനൈറ്റ്സ്. ലോത്തിൻ്റെ കൊച്ചുമക്കളെ പേര് അമോന്യര്, ഓർമ്മയുണ്ടല്ലോ, ലോത്തിൻ്റെ. അതിന് ചില ആളുകൾ ഞങ്ങളോടുള്ള ചർച്ചയ്ക്കിടെ വന്നിട്ട് പറയും, അബ്രഹാമിൻ്റെ മക്കളാണെന്ന് പറഞ്ഞാൽ സമ്മതിച്ചും തരികയില്ല, നിങ്ങൾ ലോത്തിൻ്റെ മക്കളായാൽ മതി. അതാ ചരിത്രം. ഹാഷിമൈറ്റ് കിങ്ഡം ഓഫ് അമാൻ. മോവാബ്യ ദേശവും അമോന്യർ ദേശമൊക്കെ ഉൾക്കൊള്ളുന്ന സ്ഥലം ഇപ്പോൾ അറിയില്ല. അവിടെ ഒരു പുതിയ ഭരണകൂടം വന്നു. അവരെ പാടായി പോകട്ടെ. ഇവർക്ക് മര്യാദയ്ക്ക് പറഞ്ഞാൽ ഇത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ വേണ്ടെന്ന്. അതുമില്ല ഇതുമില്ല. പാലസ്തീൻ മനസ്സിലായ അവസ്ഥ. ഇവരെ വെച്ച് യാസർ അറാഫാത്തിനെ പോലുള്ള ആളുകൾ പണപ്പിരിവ് നടത്തി കോടീശ്വരന്മാരായി. ഇവരുടെ മക്കളൊക്കെ നല്ല നിലയിൽ വിദേശ സർവകലാശാലകളിൽ പഠിച്ചു. നിങ്ങളറിയാം, നമ്മൾ ദിനപത്രങ്ങളെ കാണുന്ന എന്താ, സ്ത്രീകളെ കൊല്ലുന്നു, കുഞ്ഞുങ്ങളെ കൊല്ലുന്നു, മരുന്നില്ല, വെള്ളമില്ല. ഈ വെള്ളത്തിനും മരുന്നിനും പൈസ കൊടുത്തപ്പോരെ, അതിന് പകരം ബോംബ് മേടിക്കാൻ പൈസ ഉണ്ടോ? മിസൈൽ ഉണ്ടാക്കാൻ പൈസ ഉണ്ടോ? ആഞ്ഞടിക്കാൻ പൈസ ഉണ്ടോ? ഭൂഗർഭ തുരങ്കമുണ്ടാക്കി അവിടെ ഇസ്രയേലിനെ തകർക്കാൻ പാകത്തിനുള്ള ഗൂഢാലോചനയ്ക്ക് പൈസ ഉണ്ടോ? ഇതിനൊക്കെ ലോകം സഹായിച്ചിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്രയേൽ അനുഭവിക്കുന്ന ദുരിതങ്ങളൊന്നും ലോകത്ത് ഒരു മാധ്യമം പുറത്തോട്ട് കൊണ്ടിരുന്നില്ല. അതിനൊക്കെ കണക്കും കാര്യമുണ്ട്. അങ്ങനെ അവർ തിരിച്ചു പോകും. ഒടുക്കം സെക്കൻഡ് വേൾഡ് വാർ കഴിയുമ്പോൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് ബ്രിട്ടൻ പോയി. 47 നമ്മൾ 48 മെയ് 14 അവിടെ അതുവരെ അധിവസിച്ചിരുന്ന യഹൂദന്മാർ പറഞ്ഞു, ഞങ്ങൾ ഇന്നു മുതൽ സ്വതന്ത്രവും പരമാധികാരവുമുള്ള ഒരു രാജ്യമാണ്.
പക്ഷേ ആദ്യം അമേരിക്ക അംഗീകരിച്ചു, റഷ്യ അംഗീകരിച്ചില്ല. ചാച്ചാ നെഹ്റു ആണെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. നമ്മൾ പറഞ്ഞു ഞങ്ങളും അംഗീകരിച്ചു. അപൂർവ രാജ്യങ്ങളെ അംഗീകരിച്ചുള്ളൂ. ബ്രിട്ടനുമൊക്കെ അംഗീകരിച്ചു. അറബ് രാജ്യങ്ങളെല്ലാം എതിർത്തു. സ്വതന്ത്ര പരമാധികാര രാജ്യം പ്രഖ്യാപിച്ച് മണിക്കൂറുകൾ പിന്നിടുമ്പോഴേക്കും മിഡിൽ ഈസ്റ്റിലെ കരുത്തന്മാർ ഒത്തുകൂടി യുദ്ധം ചെയ്യാൻ വന്നു. ആ യുദ്ധം ഇസ്രയേൽ വലിച്ചു നീട്ടി. പിന്നെ ഈ യുദ്ധങ്ങൾ അനവധി നടന്നു. ആ യുദ്ധങ്ങൾക്ക് ശേഷം യുദ്ധത്തിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ എന്താ? യുദ്ധത്തിലെ വിജയം മറ്റൊന്നാണ്. യുദ്ധം ആരാ വിജയിച്ചതെന്നൊക്കെ നമ്മൾ ചോദിച്ചാൽ അവസാനം ഈ ഭൂമി അളന്ന് നോക്കിയാൽ അറിയാം തർക്കത്തിലാരാ ജയിച്ചതെന്ന്. ഓരോ ഘട്ടം കഴിയുന്തോറുമേ ഇസ്രയേൽ അതിര് വിസ്തൃതമാക്കി അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണു, എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചു. ആ രാജ്യം ഇങ്ങനെ കയറി ഇങ്ങ് വന്നു. കിട്ടാതെ പോയ വെസ്റ്റ് ബാങ്ക് തിരിച്ചു പിടിച്ചു. പഴയ യെരുശലേം ദേവാലയം ഇരുന്ന സ്ഥലം പിടിച്ചെടുത്തു. അനുബന്ധ ഇടങ്ങളൊക്കെ പിടിച്ചെടുത്തു. എന്തിനാ ഇത്രയും പറഞ്ഞെന്നറിയണ്ടേ? ഇവർ ചിതറിപ്പോയ ശേഷം ഇനി ഒരിക്കലും ചരിത്രത്തിൽ തിരിച്ചു വരില്ല എന്ന് ലോകം ചിന്തിച്ചുറങ്ങുമ്പോൾ കാലങ്ങൾക്കപ്പുറത്ത് ചരിത്രത്തിൽ എവിടെയോ പൊടി പിടിച്ച് കിടന്നൊരു പ്രവചനം ജീവന്റെ തുടിപ്പോടെ രംഗപ്രവേശം ചെയ്തു. ആണ്ട് അതാ നമ്മൾ വായിച്ചത്. അല്ലയോ യാക്കോബേ, ഞാൻ നിന്റെ സന്തതിയെ കിഴക്ക് നിന്ന് വരുത്തും, പടിഞ്ഞാറ് നിന്ന് ശേഖരിക്കും. ഇതിൻ്റെ കണക്കുണ്ട്. എന്താ കണക്ക്? ഇന്ത്യ ഉൾപ്പെടെയുള്ള കിഴക്കൻ രാജ്യങ്ങളിലേക്ക് ചിതറിപ്പോയ ജൂതനെ വരുത്താൻ വലിയ പ്രയാസമില്ല. കാരണം നല്ല നയതന്ത്ര ബന്ധം ഈ രാജ്യങ്ങൾ തമ്മിലുണ്ട്. എക്കാലത്ത് ഇന്ത്യ ഇസ്രയേലുമായി നല്ല നയതന്ത്ര ബന്ധമാണ്. അതുകൊണ്ട് ഇവിടുന്ന് കുറേ ജൂതന്മാർ ചിന്തിക്കുകയാണ് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു നിങ്ങൾ എന്തിനാ പോകുന്നത്? നിങ്ങളിവിടെ കഴിഞ്ഞു. അല്ല, ഞങ്ങൾക്ക് പോയാലിവിടെ വരണം. നമ്മൾ സഹോദരങ്ങളാ, നമ്മളെല്ലാ സഹായവും ചെയ്ത് അവരെ അങ്ങോട്ട് വിട്ടു. പോകാം, ഇവിടെ നിൽക്കാം, പ്രശ്നമില്ല. അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പോയ ജൂതൻ്റെ അവസ്ഥ ഇത്. വരാൻ പോകാം. ഇന്നിപ്പോൾ നമുക്കൊന്ന് അമേരിക്കയിൽ പോകണമെങ്കിൽ വലിയ പ്രയാസമാണ് അല്ലേ? എനിക്കാണ് ഈ വർഷം അസംബ്ലീസ് ബോർഡിൻ്റെ കൺവെൻഷനായിരുന്നു. ഈ കോൺസുലേറ്റിൽ ചെന്ന് കള്ളം പറയുന്ന അവർക്ക് ഇഷ്ടം. ഞാനിതെല്ലാം 2 തവണ പോയിട്ട് ഇത് കാണിച്ചപ്പോൾ ഇവയാൾക്ക് എന്നെ കണ്ടിട്ട് ഞാൻ പ്രസംഗിക്കുമെന്ന് തോന്നുന്നില്ല. എന്തുവാ ചെയ്യുന്നതെന്ന് വെച്ചു. എൻ്റെ കൂടെയുള്ള കൂട്ടുകാരൊക്കെ പത്രപ്രവർത്തകരായിട്ട് പോയി. പ്ലസൻ സാറിന് അറിയാം കുറേ ആളുകൾ. ഞാൻ അന്നേരം ഓർത്ത് നീതി പുലർത്താൻ വേണ്ടി ഞാൻ അത്യാവശ്യം പത്രപ്രവർത്തനമൊക്കെയാണ്, അത് പറയുന്നില്ല, പാസ്റ്ററാന്ന് പറയും. കിട്ടിയാലും കിട്ടിയില്ല അത് മതി. കിട്ടിയില്ലേ വേണ്ടെന്നേ, പോയില്ല. വലിയ പാടാ. ജൂതൻ്റെ അവസ്ഥ അറിയോ? ജൂതൻ അമേരിക്കയിൽ പോണേ നമ്മൾ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ടിക്കറ്റ് എടുത്ത് പോകുന്നത് അങ്ങ് പോയാൽ മതി. ഓൺ അറൈവൽ വിസ. എവിടാ? അമേരിക്കയിൽ. തിരിച്ചു വരണോ? തിരിച്ചു വരാം. എക്കാലത്തും അങ്ങനെ. അതാ ജൂതൻ. ഒരു കാലത്ത് അവനെ അവഹേളിച്ചു ലോകം മുഴുവൻ. പക്ഷേ അവൻ്റെ പാസ്പോർട്ടിൻ്റെ വാല്യൂ എത്ര വലുതാണ്! ഇത്രയും പവറുള്ള പാസ്പോർട്ടാണ്. ഇനി മിക്ക രാജ്യങ്ങളിൽ നമ്മുടെ എല്ലാം വലിയ ട്രംപ് ചുമ്മാ പറയുന്നതല്ല, നമ്മളൊക്കെ അത്യാവശ്യം ശല്യം ചെയ്യുന്നുണ്ട്. അവിടുത്തെ ആ സന്തുലിതാവസ്ഥ എല്ലാം തകർത്ത് സാമാന്യ മര്യാദ മുഴുവൻ ലംഘിച്ച് ചുമ്മാ ബഹളവും വെച്ച് ഒക്കെ പോയി. എല്ലാം മലയാളിയുടെ മാത്രമല്ല കാര്യമാണ്. മലയാളി ഡീസൻ്റാണ്. കാരണം മലയാളിക്ക് മാത്രമുള്ള പ്രത്യേകത ലോകത്തെവിടെ പോയാലും എല്ലാ നിയമവും കൃത്യം പാലിക്കും, സ്വന്തം നാട്ടിൽ പാലിക്കുകയല്ല. നേരത്തെ ജോലിക്ക് പോകും. ഇത്രയും പഞ്ച്വാലിറ്റിയുള്ള സമൂഹം ഇല്ല പ്രിയപ്പെട്ടവരെ, അഭിമാനിക്കണം അതിൽ. അവർ പറയുന്നതെല്ലാം കേൾക്കും, വിനീത വിധേയരായിട്ട് നിൽക്കും, അംഗീകരിക്കും. നാട്ടിൽ വന്നാൽ രക്ഷയില്ല. ഇതൊന്നും പാലിക്കുകയില്ല. പോട്ടെ, നമുക്കുള്ള എല്ലാം കൃപകളാണ് അതല്ലേ. അപ്പോൾ ജൂതൻ ഇങ്ങനെ ചെതറിപ്പോയ അമേരിക്ക എന്ന് വരാൻ, ഇന്ത്യ ഉൾപ്പെടെയുള്ള കിഴക്കൻ രാജ്യങ്ങളിൽ നിന്ന് വരാൻ എളുപ്പമാണ്. അപ്പോൾ ദൈവാത്മാവിൻ്റെ ഭാഷ മൃദുവായി. ഞാൻ നിന്റെ സന്തതിയെ കിഴക്ക് നിന്ന് വരുത്തും, പടിഞ്ഞാറ് നിന്ന് ശേഖരിക്കും. എന്നാലേ
വടക്കതല്ല സ്ഥിതി. വടക്കേ അറ്റത്തുള്ള രാഷ്ട്രം ജർമ്മനി അടക്കം ഉള്ള യൂറോപ്യൻ രാജ്യങ്ങൾ, റഷ്യ അടക്കമുള്ള രാജ്യങ്ങളിൽ പോയാൽ അങ്ങനെ അവർ വിടുകയില്ല. അറബി രാജ്യങ്ങളും വിടുകയില്ല. വിടാത്ത എന്താ? സ്നേഹം കൊണ്ടല്ല, അംഗസംഖ്യ വർദ്ധിച്ച പ്രശ്നമാണ്. പാലസ്തീനെ സഹായിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വിടത്തില്ല. ഇവിടെ കിടന്ന് നീ തീർന്നു. ദിമ്മിറ്റ്യൂഡ് ഒത്തിരി ഉണ്ട് പറയാൻ അതേപ്പറ്റിയൊക്കെ. ദൈവാത്മാവിൻ്റെ ഭാഷ കനത്തു. ഞാൻ വടക്കിനോട് പറയും തരിക. ഭാഷാപരമായ മൂഡ് മാറിയതുണ്ടാ. ഇനി തെക്ക് ഈജിപ്റ്റ് അടക്കമുള്ള തെക്കൻ രാജ്യങ്ങളും ജൂതനെ വിടൂല. കാരണം പെട്രോൾ, എണ്ണയുടെ രാഷ്ട്രീയം, ഒത്തിരി ഘടകങ്ങളുണ്ട്. പാലസ്തീനുള്ള താല്പര്യം. ദൈവാത്മാവിൻ്റെ ഭാഷ അല്പം കൂടെ കട്ടിയായിട്ട് പറയുക. ഞാൻ തെക്കിനോട് പറയും നോ, അരുത്, തടുത്തു വെക്കരുത്. ഇങ്ങനെ ഇടപെടുന്ന ഒരു ദൈവം ചരിത്രത്തിൽ നമുക്കായി ജീവിക്കുന്നെങ്കിൽ തെക്കും വടക്കും പടിഞ്ഞാറും കിഴക്കു നിന്നും ശേഖരിച്ച് ഒരു രാഷ്ട്രം സംജാതമാക്കി ആ രാഷ്ട്രം ഇന്നും കാത്തിരിക്കുന്നു ഒരു രാജാവ് നീതിയോടെ വാഴാൻ. അത് നമ്മെ വിളിച്ചറിയിക്കുന്ന യാഥാർത്ഥ്യം. മറുതലക്കൽ മർമ്മ ബാബിലോൺ, മഹതിയാം ബാബിലോൺ, ദുർഭൂതങ്ങളുടെ പാർപ്പിടം, അശുദ്ധാത്മാക്കളുടെ തടവറ കാത്തിരിക്കുന്നു ഒരു എതിർക്രിസ്തുവെന്ന ഏകാധിപതിക്ക് വഴിയൊരുക്കാൻ. ഇതിൻ്റെ രണ്ടിനും അപ്പുറത്ത് ആർക്കും പിടികൊടുക്കാത്ത വിധത്തിൽ തൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു നമ്മുടെ ന്യായാധിപതിയായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എന്ന യുഗപുരുഷനെ സ്വാഗതം ചെയ്യാൻ അവന് വേണ്ടി കാത്തിരിക്കുന്നതിൽ ഇനിയും ഒരുങ്ങാത്ത ഒരാളെങ്കിലും ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ ഈ ചരിത്ര സംഭവങ്ങൾ ഒരു കാര്യം വിളിച്ചറിയിക്കുന്നു: നമ്മുടെ കർത്താവ് വരാറായി. അവിടുത്തെ കാഹള ശബ്ദം കാതുകളിൽ കേൾക്കാൻ സമയം സമാഗതമായിരിക്കെ നമുക്ക് ഉണരണം, നമുക്ക് ഒരുങ്ങണം, ജാഗരിക്കണം. പകലുടത്തോളം അയച്ചവന്റെ വേല ചെയ്യണം. നിർമ്മല കന്യകയായി യേശുവിനെ വാനവിരവയിൽ എതിരേൽക്കാൻ നമുക്ക് ഒരുമിച്ച് ജാഗരൂകരാകാൻ ഇന്ന് രാത്രി ഈ സന്ദേശം പര്യാപ്തമാകട്ടെ. അനന്തമായ ആ ദൈവകൃപ നമ്മിൽ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഉപസംഹരിക്കുന്നു. കർത്താവി വചനങ്ങളാൽ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.